Hi all, welcome to once. നമ്മൾ ഈ സെഷനിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി S4 സെമ്മിന് കണ്ടക്ട് ചെയ്തിട്ടുള്ള ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമാണ് അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 1, 2, 3 നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് മൊഡ്യൂൾ 4ലേക്ക് കടക്കാം. ക്ലിയർ? സോ ക്വസ്റ്റ്യൻ നമ്പർ നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം ഓരോ മൊഡ്യൂളിൽ നിന്ന് 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ, 14 മാർക്കിൻ്റെ 2 ചോയ്സ്. അതിലേതെങ്കിലും ഒന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി ചെയ്താൽ മതി. നമുക്ക് രണ്ടും എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. ക്ലിയർ അല്ലേ? യെസ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 7 3 മാർക്കിൻ്റെത്. എക്സ്പ്ലെയിൻ കൺസോൾഡേറ്റഡ്, ഓവർ കൺസോൾഡേറ്റഡ് ആൻഡ് അണ്ടർ കൺസോൾഡേറ്റഡ് ക്ലേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഓരോന്നും എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. അതിന് ഓരോന്നിനും ഓരോ മാർക്കാണ്. എന്താണോ നോർമലി കൺസോൾഡേറ്റഡ് ആൻഡ് ഓവർ കൺസോൾഡേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു സോയിൽ മാസ് അവൈലബിൾ ആണ്. ഒരു ഗ്രൗണ്ട് ലെവലാണ്, ഒരു സോയിലാണ്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ലോഡ് വെക്കുകയാണ്. എന്തോ ഒരു ലോഡ് നിങ്ങൾ പ്ലേസ് ചെയ്തു. എന്താണ് ആ പ്രത്യേകത? ഈ പറയുന്ന സോയിൽ ഇപ്പം നിങ്ങൾ വെച്ചിരിക്കുന്ന ലോഡ് ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, വാട്ട് എവർ ദ ലോഡ് യു ആർ പ്ലേസ്ഡ് ടുഡേ, ഇന്നിപ്പോൾ നിങ്ങൾ ഈ സോയിലിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ലോഡ് ആദ്യമായിട്ടാണ് ഈ സോയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതായത് ഇത്രയും വലിയൊരു ലോഡ് ഇതിനു മുമ്പ് ഈ സോയിൽ കണ്ടിട്ടില്ല അല്ലേ. അതിൻ്റെ എക്സിസ്റ്റൻസിൽ അത് നിലകൊള്ളുന്ന അത്രയും കാലം ഇത്രയും വലിയൊരു ലോഡ് ഈ പറയുന്ന സോയിൽ ഇതുവരെ കണ്ടിട്ടില്ല. ദാറ്റ് ഈസ് ഇപ്പം നിങ്ങൾ വെക്കുന്ന ലോഡാണ് ഇതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ലോഡ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പറയുന്ന സോയിലിന് നല്ലപോലെ കംപ്രഷൻ സംഭവിക്കും. ബിക്കോസ് ദിസ് ഈസ് ദ ഹെവിയസ്റ്റ് ലോഡ് ദിസ് പർട്ടിക്കുലർ സോയിൽ ഈസ് സീയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇത്രയും വലിയ ലോഡ് ആദ്യമായിട്ടാണ് ഈ സോയിൽ കാണുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും വലിയൊരു സ്ട്രെസ് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ നമ്മൾ എന്താവും, യെസ് സ്ട്രെസ്ഡ് ആവും അല്ലേ. അതേപോലെ ഈ പറയുന്ന സോയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ലോഡ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സോയിൽ വളരെയധികം കംപ്രസ് ചെയ്യപ്പെടും. അതായത് ഹൈ കൺസോളിഡേഷൻ കാണിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ എന്താണ്? യെസ്, ഈ പറയുന്ന സോയിൽ മറ്റൊരു സോയിൽ നമ്മൾ എടുക്കുകയാണ്. നമ്മളിപ്പോൾ ലോഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ സോയിലിന് അനക്കമില്ല. കാരണം എന്താണ്? നിങ്ങളിപ്പം വെച്ച ലോഡിനേക്കാളും ഒക്കെ വലിയ ലോഡ് ഈ സോയിൽ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ക്ലിയർ ആണോ? നിങ്ങളിപ്പോൾ വെച്ചിരിക്കുന്ന ലോഡിനേക്കാളും ഒക്കെ വലിയ ലോഡ് ഇതിനു മുമ്പ് നേരത്തെ ഈ സോയിൽ കണ്ടിട്ടുണ്ട്. സോ ഇപ്പം വെച്ച ലോഡൊന്നും ഒരു വിഷയമുള്ള കേസല്ല. അതായത് ഇപ്പം വെച്ച ലോഡ് കാരണം നമ്മുടെ സോയിലിന് കംപ്രഷൻ വളരെ കുറവായിരിക്കും. കാരണം ഇതിലും വലിയ ലോഡ് നേരത്തെ കാലത്തെ ഇത് കണ്ടിട്ടുണ്ട്. ക്ലിയർ അല്ലേ? നിങ്ങളുടെ സോയിൽ ഇതിലും വലിയ സാധനങ്ങളൊക്കെ ലോഡൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. ദാറ്റ്സ് ടേംഡ് ആസ് ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ. ക്ലിയർ അല്ലേ? അതിനാണ് നമ്മൾ പ്രീ കൺസോളിഡേറ്റഡ് എന്ന് പറയുന്നത്. സോ എന്തായിരിക്കും അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ? അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, ദിസ് ഇസ് സോയിൽ. അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോയിൽ എന്താണ്? ഫുള്ളി കൺസോളിഡേറ്റഡ് അല്ല. സോയിൽ എന്താണ്? ഫുള്ളി കൺസോളിഡേറ്റഡ് അല്ല എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ എന്താണ്? അണ്ടർ കൺസോളിഡേറ്റഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ നോർമലി കൺസോളിഡേറ്റഡ്, യെസ്, ഓവർ കൺസോളിഡേറ്റഡ് ഓർ അണ്ടർ കൺസോളിഡേറ്റഡ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓരോന്നിനും അതിൻ്റെതായ ഡെഫിനേഷൻ എഴുതുക. സോ എന്താണ് നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ? സോയിൽ which had not been subjected to a pressure greater than the pressure existing now. ഇപ്പോൾ കൊടുത്ത ലോഡാണ് ഏറ്റവും വലിയ ലോഡ് ഈ സോയിൽ കാണുന്നത്. അതുകൊണ്ട് അതിന് ഹൈ കംപ്രഷൻ ഉണ്ടാവും. ദ പ്രസന്റ് എഫക്റ്റീവ് ഓവർബേർൺ പ്രഷർ ഈസ് ദ മാക്സിമം പ്രഷർ ടു വിച്ച് ദ സോയിൽ ഹാസ് എവർ ബീൻ സബ്ജക്റ്റഡ് ടു. ക്ലിയർ അല്ലേ? സോ ഇത്രയും വലിയ ലോഡ് ആദ്യമായിട്ട് കാണുന്നത്. സോ അതിന് ഒരുപാട് എന്തുണ്ടാവും, കംപ്രഷൻ ഉണ്ടാകും. അതാണ് നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ. NCS എന്നൊക്കെ പറയും അല്ലേ. നമ്മൾ ഇതിനെ ചുരുക്കി എന്ത് പറയാറുണ്ട്? NCS എന്ന് പറയുന്നത്. ഓവർ കൺസോളിഡേറ്റഡിനെയാണ് നമ്മൾ പ്രീ കൺസോളിഡേറ്റഡ് എന്ന് പറയുന്നത്. അതായത് സോയിൽ ഹാഡ് ബീൻ സബ്ജക്റ്റഡ് ടു എ ഗ്രേറ്റർ ഓവർബേർഡൻ പ്രഷർ ദാൻ ദ പ്രസന്റ് എക്സിസ്റ്റിംഗ് പ്രഷർ. ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്ത ലോഡിനെക്കാളും പ്രഷറിനെക്കാളും ഒക്കെ വലിയ സ്ട്രെസ്സും ലോഡും ഒക്കെ ഈ സോയിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒരു വിഷയമുള്ള കേസേ അല്ല. സോ ഇറ്റ് വിൽ നോട്ട് ബി ഹാവിങ് മച്ച് കംപ്രഷൻ, ഇറ്റ് വിൽ ബി ഹാവിങ് വെരി ലെസ് കംപ്രഷൻ ഓർ നോ കംപ്രഷൻ അറ്റ് ഓൾ. അപ്പോൾ നമുക്ക് അവിടെ ഒരു റേഷ്യോ പറയാൻ പറ്റും. ഇതും കൂടി എഴുതിയാൽ നല്ലതായിരിക്കും. ഇറ്റ് ഈസ് ടേംഡ് ആസ് ഓവർ കൺസോളിഡേഷൻ റേഷ്യോ which is a ratio of maximum overburden pressure divided by pressure in the past divided by present existing pressure. ഓക്കെ അല്ലേ? സോ OCR എന്താണ്? പാസ്റ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പ്രഷർ ഡിവൈഡ് ബൈ പ്രസന്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ. ക്ലിയർ അല്ലേ? യെസ്. സോ അതാണ് നമ്മുടെ OCR എന്ന് പറയുന്നത്. ദെൻ അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? which is not fully consolidated under existing overburden pressure, that is still being compressed ആണ്. കംപ്രസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ, ഫുള്ളി കംപ്രസ്ഡ് ആയിട്ടില്ല. എക്സസ് ഫോർവേഡ് പ്രഷർ നോട്ട് ഡിസിപ്പേറ്റഡ് കംപ്ലീറ്റ്ലി.
സോ എന്താണ് ഇപ്പം അത് ഫുള്ളി കൺസോളിഡേറ്റഡ് ആയിട്ടില്ല, ഫുള്ളി കംപ്രസ്ഡ് ആയിട്ടില്ല, കംപ്രസ് ആയിക്കൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. നമുക്കറിയാം കൺസോളിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പൾഷൻ ഓഫ് വാട്ടർ ആണ് ഫ്രം ദ സോയിൽ. അത് ഫുള്ളി സംഭവിച്ചില്ല. അതായത് എക്സസ് പോർ വാട്ടർ പ്രഷർ നോട്ട് ഡിസിപ്പിയേറ്റഡ് കംപ്ലീറ്റ്ലി. ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് എന്ത് പറയാം, ഇവിടെ പാസ്റ്റിലാണ് അല്ലേ, ഇവിടെ OCR എന്തായിരിക്കും, ഇവിടെ OCR എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്, ഇവിടെ OCR എന്താണ്, ലെസ് ദാൻ 1 ആയിരിക്കും, ഇവിടെ OCR നമുക്ക് വേണമെങ്കിൽ ഈക്വൽ ടു 1 എന്ന് പറയാം. ക്ലിയർ അല്ലേ? ബിക്കോസ് ഓവർ കൺസോളിഡേഷൻ മീൻസ് ഇതിനും വലിയ പ്രഷർ പാസ്റ്റിൽ കണ്ടിട്ടുണ്ട്. സോ മാക്സിമം പ്രഷർ ഇൻ ദ പാസ്റ്റ് ഡിവൈഡ് ബൈ പ്രസന്റ്. സോ പാസ്റ്റിൽ കൂടുതൽ കണ്ടിട്ടുണ്ട്, പ്രസന്റ് ഉള്ളത് കുറവാണ്. ഇവിടെ എന്താണ്, പാസ്റ്റിലുള്ളത് കുറവാണ്, പ്രസന്റ് ഉള്ളതാണ് യെസ് കൂടുതൽ, ഓൾമോസ്റ്റ് ഈക്വൽ ടു. ഇത് ആക്ച്വലി എന്താണ്, ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, സോ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ OCR ഈക്വൽ ടു ഇവിടെ 1 എന്ന് എടുക്കാം. ഓക്കെ, യെസ്, ഇവിടെ തീർച്ചയായിട്ടും എന്താണ്, ലെസ് ദാൻ 1 ആണ്. ഇവിടെ തീർച്ചയായിട്ടും എന്താണ്, ലെസ് ദാൻ 1 ആണ്, ഒരു സംശയവുമില്ല. യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ട് എയിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 3 മാർക്കിന്റെ 2ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്രോ ദ കോമ്പാക്ഷൻ കർവ് ആൻഡ് എക്സ്പ്ലെയിൻ ഒപ്റ്റിമം മോയ്സ്ചർ OMC ആൻഡ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. അല്ലേ, എന്താണോ കോമ്പാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ഒരു പാത്രത്തിൽ സോയിൽ എടുക്കുന്നു, നല്ല ഡ്രൈ സോയിലാണ്. വെറുതെ ഒരു പാത്രത്തിൽ നല്ല ഡ്രൈ സോയിൽ എടുക്കുക, എന്നിട്ട് അതിനെ നിങ്ങൾ മാക്സിമം കോമ്പാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലേ, നല്ല ഡ്രൈ ആണ് സോയിൽ നല്ല ഡ്രൈ ആണ്, പക്ക ഡ്രൈ ആണ്, ഒരു തുള്ളി വെള്ളമില്ല. സോ നിങ്ങൾക്ക് കോമ്പാക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷേ അത്രത്തോളം മാക്സിമം കോമ്പാക്ഷൻ നടക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡ്രൈ സോയിലിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ഓക്കെ, കുറച്ച് വെള്ളം ആഡ് ചെയ്യുക, എന്നിട്ടൊന്ന് കോമ്പാക്ട് ചെയ്ത് നോക്കിയേ. നമ്മൾ പണ്ട് അല്ലേ 4ാം ക്ലാസ്സിൽ കളിക്കുന്ന പരിപാടിയാണ്. കുറച്ച് സോയിലിൽ, നല്ല ഡ്രൈ സോയിലാണ്, അതിൽ കുറച്ച് എമൗണ്ട് വാട്ടർ ആഡ് ചെയ്യുക. കണ്ടമാനം വാട്ടർ ഒഴിക്കരുത്, ചളിയായി പോകരുത്. ഓക്കെ, സോ കുറച്ച് വാട്ടർ ഒഴിക്കുക, എന്നിട്ടൊന്ന് കോമ്പാക്ട് ചെയ്യാൻ ശ്രമിച്ചേ. ഇപ്പം കുറച്ചും കൂടി എന്താവും, നല്ല രീതിയിൽ കോമ്പാക്ട് ആവും. ക്ലിയർ അല്ലേ? സോ ആദ്യം ഡ്രൈ ആയിരുന്നു സോയിൽ, കോമ്പാക്ഷൻ നടക്കുന്നുണ്ട്, യെസ് സമ്മതിച്ചു, പക്ഷേ കണ്ടമാനം കോമ്പാക്ഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് കോമ്പാക്ഷൻ നടക്കുന്നില്ല. കുറച്ചും കൂടി വാട്ടർ ആഡ് ചെയ്തപ്പോഴോ ഇതിന് നല്ലപോലെ കോമ്പാക്ഷൻ സംഭവിച്ചു. ദാറ്റ് ഈസ് ആസ് ദ വാട്ടർ കണ്ടന്റ് ഇൻക്രീസസ്, കോമ്പാക്ഷൻ നിങ്ങൾക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുകയാണ്. പക്ഷേ കൂടുതൽ വെള്ളം ഒഴിച്ചാലോ, ഒരു സർട്ടൺ എമൗണ്ടിനേക്കാളും വളരെ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അത് ചളിയായി പോകും, പിന്നെ കോമ്പാക്ഷൻ നടക്കുമോ? ഇല്ല. സോ എന്താണ്, ഇഫ് യു പ്ലോട്ട് ദ ഗ്രാഫ് ബിറ്റ്വീൻ വാട്ടർ കണ്ടന്റ് ആൻഡ് കോമ്പാക്ഷൻ, സോറി എന്താണ് കോമ്പാക്ഷൻ്റെ നമ്മൾ മെഷർ ചെയ്യുന്ന പാരാമീറ്റർ ഏതാണോ? യെസ്, ഗാമ ഡി അല്ലേ? യെസ്, ഡ്രൈ ഡെൻസിറ്റി ആണ്, നമുക്കറിയാം. സോ ഇഫ് യു പ്ലോട്ട് ദ ഗ്രാഫ് ബിറ്റ്വീൻ വാട്ടർ കണ്ടന്റ് ആൻഡ് ഗാമ ഡി, നമുക്ക് എന്ത് കാണാൻ പറ്റും? യെസ്, ഇനീഷ്യലി വാട്ടർ കണ്ടന്റ് കുറവായതുകൊണ്ട് കോമ്പാക്ഷൻ എന്തായിരിക്കും, ഗാമ ഡി കുറവായിരിക്കും. ആൻഡ് ആസ് ദ വാട്ടർ കണ്ടന്റ് ഇൻക്രീസസ്, കോമ്പാക്ഷൻ ഇൻക്രീസസ്, ദെൻ ഇറ്റ് ഡിക്രീസസ്. സോ മാക്സിമം കോമ്പാക്ഷൻ, അതായത് മാക്സിമം ഗാമ ഡി മാക്സ് കിട്ടുന്നത് ഒരു പർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് ആണ് അല്ലേ? ഇവിടെ പക്ക ഡ്രൈ ആണെങ്കിൽ നമുക്ക് കോമ്പാക്ഷൻ പറ്റും, പക്ഷെ കുറവായിരിക്കും. കുറച്ച് വാട്ടർ ഇങ്ങനെ കൂട്ടി വരുമ്പോൾ നിങ്ങളുടെ ഗാമ ഡിയും കൂടി വരും. പക്ഷേ ആഫ്റ്റർ എ സർട്ടൺ പോയിന്റ് ഇഫ് യു ആഡ് മോർ വാട്ടർ, അത് ഫുള്ള് ചളിയായി പോകും, പിന്നെ കോമ്പാക്ഷൻ എന്ന് പറയുന്നുണ്ടോ, പിന്നെ ചളിവെള്ളമായി പോയില്ലേ? ഓക്കെ അല്ലേ? സോ ഓൺലി അറ്റ് എ പർട്ടിക്കുലർ വാട്ടർ കണ്ടന്റിലെ മാക്സിമം കോമ്പാക്ഷൻ അവൈലബിൾ ആവുള്ളൂ, ഗാമ ഡി മാക്സിമം ആവുള്ളൂ. അതിനെയാണ് നമ്മൾ OMC ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് നിർബന്ധമായിട്ട് വരയ്ക്കണം, ഒരു രക്ഷയില്ല, ഇത് ഗ്രാഫിന് മാർക്കുണ്ട്. ഓക്കെ, so first increases then decreases, and at a particular water content we obtain a maximum dry density. ആ വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഡെഫിനിഷൻ എഴുതേണ്ടത് നിങ്ങൾ. OMC is the water content at which the soil attains maximum dry density. Okay, gamma D max attain ചെയ്യുന്ന വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ എന്താ പറയുക, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. or we can say maximum dry density MDD is the dry density of the soil corresponding to optimum moisture content. Clear? So അതാണ് നിങ്ങൾ ഡിറൈവ് ചെയ്യേണ്ടത്. ആ ഗ്രാഫ് നിർബന്ധമായിട്ടും വരയ്ക്കണം, ഇല്ലെങ്കിൽ മാർക്ക് നഹി ഹെ. ക്ലിയർ? യെസ്. സോ അതാണ് 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഫ്രം ദ മൊഡ്യൂൾ 4. ഇനി നമുക്ക് 14 മാർക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഹാവ് A and B പാർട്ട്. എ പാർട്ടിന് 5 മാർക്കാണ്, ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ് കൺസോൾട്ടേഷൻ്റെ 9 മാർക്കാണ്. ക്ലിയർ അല്ലേ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കിയേ. എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ ആണ്. പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ നമുക്ക് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം അല്ലേ? നമുക്കറിയാം ഗ്രാഫിക്കൽ മെത്തേഡാണ്, സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഓരോ പോയിന്റുകൾ എഴുതണം. ക്ലിയർ അല്ലേ? സോ നമ്മൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറയുള്ളൂ, സ്റ്റെപ്പായിട്ട് നിങ്ങൾ നോട്ടാക്കി എഴുതുക ഇപ്പോൾ തന്നെ. യെസ്, നിങ്ങൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഓക്കെ, സോ എന്താണ് പരിപാടി? ഡിറ്റർമിനേഷൻ ഓഫ് പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ ആണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് വി നീഡ് ഗ്രാഫിക്കൽ പ്രൊസീജിയർ ആണ്. അതിനാണ് നമ്മൾ കസഗ്രാൻഡെ മെത്തേഡ് എന്ന് പറയുന്നത്. എന്തായാലും എഴുതുക പോയിന്റ്. ആൻഡ് എന്താണ് ഗ്രാഫ് എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് എ വോയിഡ് റേഷ്യോ ഓൺ y ആക്സിസ് ആൻഡ് ലോഗ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ഓൺ ദ x ആക്സിസ്.
ലോഗ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ഓൺ ദ എക്സ് ആക്സിസ് ആണ്. യെസ്, നമുക്കറിയാം പ്രീ കൺസോൾട്ടേഷൻ അല്ലേ. സോ ഗ്രാഫ് വിൽ ബി കോണിക്കൽ ഇൻ നേച്ചർ ആയിരിക്കും അല്ലേ. ഇതാണ് നമുക്ക് എക്സിസും ഗ്രാഫ് ഉണ്ടാവുക. ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്താണ്? വി നീഡ് ടു സെലക്ട് എ പോയിന്റ് ഇ. എന്താണ് ഈ പോയിന്റിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് കാണാം ഒരുപാട് പോയിന്റുകൾ ഉണ്ട് ഇവിടെ അല്ലേ. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. നമുക്ക് ഈ കർവിൽ ഇ എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് കണ്ടുപിടിക്കണം. എന്താണ് ഇ? ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് മാക്സിമം കർവേച്ചർ ഓൺ ദ കർവ് ആണ്. സോ നമുക്ക് ഏകദേശം എന്ത് പറയാം? യെസ്, ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏകദേശം ഇവിടെ ആയിരിക്കും അല്ലെ, മാക്സിമം കർവേച്ചർ പോയിന്റിലെ പോയിന്റ്. സോ ആദ്യം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് ഇ ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. നമ്മൾ എഴുതി വെച്ചിട്ടില്ല, നമ്മൾ പറയുന്നേ ഉള്ളൂ കാര്യങ്ങൾ. യു ഹാവ് ടു ലിസ്റ്റ് ദിസ് സ്റ്റെപ്സ്. ഓക്കെ, ഒരു 5, 6, 7 സ്റ്റെപ്പ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇത് ഡിറ്റർമിനേഷൻ ഓഫ് പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ എങ്ങനെയാണ്? ബൈ ഗ്രാഫിക്കൽ പ്രൊസീജിയർ ആണ്. അതിന്റെ പേരെന്താണ്? കസഗ്രാൻഡെ മെത്തേഡ് ആണ്. അതിൽ സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റെപ്പ് 1 എന്താണ്? ഫൈൻഡിങ് ദ പോയിന്റ് ഇ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് മാക്സിമം കർവേച്ചർ കണ്ടുപിടിക്കുക. അല്ലേ? യെസ്. സോ ഗ്രാഫിൽ കാണാൻ നിങ്ങൾക്ക് ഇ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. ഇ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്താണ്? സ്റ്റെപ്പ് നമ്പർ 2 എന്താണ്? നമ്മൾ ഇപ്പം ലൊക്കേറ്റ് ചെയ്ത ഇയിൽ നമ്മൾ എന്ത് ഡ്രോപ്പ് ചെയ്യാണ്? യെസ്, വി ആർ ഡ്രോപ്പിംഗ് എ ടാൻജന്റ്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് നമ്പർ 2 എന്താണ്? ഡ്രോ ടാൻജന്റ് അറ്റ് പോയിന്റ് ഇ ആണ്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സോ ടാൻജന്റ് കണ്ടില്ലേ? ടാൻജന്റ് കണ്ടു. യെസ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? തേർഡ് സ്റ്റെപ്പ് ഈസ് നമ്മൾ ടാൻജന്റ് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. അതേ പോയിന്റിൽ വി ആർ ഡ്രോയിങ് എ ഹൊറിസോണ്ടൽ ലൈൻ. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ അറ്റ് ഇ. അറ്റ് ഇയിൽ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ടാൻജന്റ് ആണ്, മൂന്നാമത്തെ സ്റ്റെപ്പ് ഹൊറിസോണ്ടൽ ലൈൻ ആണ്. ക്ലിയർ അല്ലേ? സോ നൗ വി ആർ ഗെറ്റിംഗ് എൻ ആംഗിൾ. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ? ആംഗിൾ കാണുന്നുണ്ടോ? യെസ്, ദാറ്റ് ഈസ് നൗ യു ആർ ഗെറ്റിംഗ് എൻ ആംഗിൾ FEG എന്ന് പറയുന്ന ആംഗിൾ കണ്ടോ? ദാറ്റ് ഈസ് FEG എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കിട്ടും. അതിന്റെ ബൈസെക്ടർ എടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സോ ദാറ്റ് ഈസ് സ്റ്റെപ്പ് നമ്പർ 4. ടേക്ക് ബൈസെക്ടർ ടു ദ ആംഗിൾ ഏതാണ്? ആംഗിൾ ഏതാണ് നമ്മൾ പറഞ്ഞത്? FEG അല്ലേ? FEG എന്ന് പറയുന്ന യെസ്, നിങ്ങൾ കാണാം. നമ്മൾ നോക്കിയേ, ലെറ്റ് മീ സൂം ദിസ് ഫിഗർ. നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത്? ആദ്യം നമ്മൾ ടാൻജന്റ് വരച്ചു. ആദ്യം ഇ എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ ടാൻജന്റ് വരച്ചിട്ടുണ്ട്. അതേ പോയിന്റിൽ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ക്ലിയർ അല്ലേ? യെസ്. എന്നിട്ട് ഈ ആംഗിൾ, ക്യാൻ യു സീ ദാറ്റ് ആംഗിൾ? ഈ ആംഗിൾ കിട്ടിയില്ലേ? അതാണ് FEG എന്ന് പറയുന്ന ആംഗിൾ. അതിന് നമ്മൾ ഇനി എന്തെടുക്കണം? വി ഹാവ് ടു ടേക്ക് ദ ബൈസെക്ടർ. സോ അതിന് ബൈസെക്ടർ ആണ് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് EH. ക്ലിയർ? സോ ദിസ് ഇസ് ദ ബൈസെക്ടർ. യു ക്യാൻ സീ ഇൻ ദ ഫിഗർ. ഇറ്റ് ഈസ് ഓബ്വിയസ്. ക്ലിയർ ആണോ? സോ ബൈസെക്ടർ എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? യെസ്, ദാറ്റ് ഈസ് എത്രാമത്തെ സ്റ്റെപ്പാണ് അത്? ദാറ്റ് ഈസ് എ ഫോർത്ത് സ്റ്റെപ്പ്. ക്ലിയർ? നൗ വാട്ട് വി ഹാവ് ടു ഡു? ഈ ബൈസെക്ടർ, ഓക്കെ, ദെൻ വി ഹാവ് ടു എക്സ്റ്റെൻഡ് ദ ടാൻജന്റ് ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ടാൻജന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. സോ ദാറ്റ് ഇറ്റ് മീറ്റ് അറ്റ് ദ പോയിന്റ്. ക്ലിയർ അല്ലേ? ഈ ടാൻജന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? FG എന്ന് പറയുന്ന ടാൻജന്റിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയിന്റ് P എന്ന് പറയുന്ന, യെസ്, എക്സ്റ്റെൻഡിങ് ടാൻജന്റ് on to bisector and the point P is found. Okay, so നമ്മൾ ഈ ഗ്രാഫ് അൾട്ടിമേറ്റ്ലി ഈ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ക്ലിയർ അല്ലേ? അൾട്ടിമേറ്റ്ലി ഈ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. സോ യു ക്യാൻ സീ ഹിയർ നമ്മുടെ ടാൻജന്റ് അല്ല എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. നമ്മൾ എന്താ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? നമ്മൾ ഈ കർവിൻ്റെ ടാൻജന്റ് അല്ല എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. എന്താണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ടാൻജന്റ് അല്ല. എന്താണ്? ഏതാ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? നോക്കിയേ, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഗ്രാഫ് യു ക്യാൻ സീ ഈ കഴിഞ്ഞിട്ട് പിന്നുള്ള പോയിന്റ് ഏതാണ്? യെസ്, വി ആർ ഹാവിങ് CD എന്ന് പറയുന്ന പോർഷൻ ഉണ്ട് അല്ലേ? ഈ CD എന്ന് പറയുന്ന പോർഷൻ കണ്ടോ? ഇത് കർവിൻ്റെ ഭാഗമാണ്, വിച്ച് ഈസ് സ്ട്രെയിറ്റ് ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ സ്ട്രെയിറ്റ് പോർഷനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, സോ ലെറ്റ് മീ എക്സ്റ്റെൻഡ് ദാറ്റ്. സോ CD എന്ന് പറയുന്ന സ്ട്രെയിറ്റ് പോർഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, യെസ്, ഇഫ് യു എക്സ്റ്റെൻഡ് ദിസ് CD, അത് ബൈസെക്ടറായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് P. ഇതാണ് ബൈസെക്ടർ അല്ലേ? ഇതാണ് ബൈസെക്ടർ നിങ്ങൾ കാണുന്നത്. ഈ ബൈസെക്ടറായിട്ട് ഈ സ്ട്രെയിറ്റ് പോർഷൻ ഓഫ് ദ കർവ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന അല്ലേ? എക്സ്റ്റെൻഡ് ചെയ്ത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് P. സോ എന്താണ്? എക്സ്റ്റെൻഡിങ് ദ സ്ട്രെയിറ്റ് പോർഷൻ ഓഫ് കർവ്, ആണ്. ഓക്കെ, സോ സ്ട്രെയിറ്റ് പോർഷൻ ഓഫ് ദ കർവിൻ്റെ പേരെന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് CD on to the bisector and point P is found. എന്നിട്ട് അതിൻ്റെ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് P. ക്ലിയർ അല്ലേ? അതിൻ്റെ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് P. ആൻഡ് ഈ P നിങ്ങൾ X ആക്സിസിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ, ദെൻ ഇഫ് യു ഡ്രോപ്പ് ദിസ് പോയിന്റ് P അല്ലെ, ആ Pയിൽ നിന്ന് നിങ്ങളൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്താൽ വാട്ട് എവർ ദ പ്രഷർ യു ആർ ഗെറ്റിംഗ് ഹിയർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ കൺസോൾട്ടേറ്റഡ് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്?
ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ് അല്ലേ? ദിസ് ഇസ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഐ ഗസ്. ആറാണോ? യെസ്, ദിസ് ഇസ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ്. ദെൻ സിക്സ്ത് സ്റ്റെപ്പ് എന്താണ്? എക്സ്റ്റെൻഡിങ് ദ പോയിന്റ് or dropping the point P onto x-axis and the intersection will give എന്താണ്? will give the pre-consolidated pressure sigma c dash. Clear? The pre-consolidation pressure sigma c dash. So ഈ ഗ്രാഫ് നിങ്ങൾ ഫൈനലി വരച്ച് കാണിച്ചു കൊടുക്കണം. സിഗ്മ സി ഡാഷ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? സിഗ്മ സി ഡാഷ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ കൺസോളിഡേഷൻ പ്രഷർ എന്ന് പറയുന്നത്. പ്രീ കൺസോളിഡേഷൻ പ്രഷർ. സോ ഇതാണ് സ്റ്റെപ്സ്. ഓക്കെ അല്ലേ? സ്റ്റെപ്സ് എഴുതണം, 6 സ്റ്റെപ്സും എഴുതണം. എന്നിട്ട് ഒരു ഗ്രാഫും വരയ്ക്കണം. ക്ലിയർ അല്ലേ? എല്ലാ ഗ്രാഫും ഒരു ഗ്രാഫ് വരയ്ക്കുക, ഇതെല്ലാം കൂടി ഒരു ഗ്രാഫിൽ കാണിക്കുക. ഈസ് ദാറ്റ് ഓക്കെ? അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ മാർക്ക് ഓഫ് എത്രയാണിത്? എത്ര മാർക്കിൻ്റെ ആണ്? മൊഡ്യൂൾ 4 അല്ലേ? യെസ്, യു വിൽ ഗെറ്റ് 5 മാർക്സ്. 2 മാർക്ക് ഏതിനാണ്? ഈ ഗ്രാഫിനാണ്. 3 മാർക്ക് നമ്മുടെ സ്റ്റെപ്പിനാണ്. ക്ലിയർ? യെസ്. ദെൻ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ അല്ലേ? 17ാമത്തെ ക്വസ്റ്റിൻ്റെ യെസ് 9 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ഈ സെയിങ്? ഇൻ എ സോയിൽ പ്രൊഫൈൽ ദ ടോപ്പ് ലെയർ കൺസിസ്റ്റ് ഓഫ് സാൻഡ് ആണ് അപ് ടു 1.5 മീറ്റർ. സോ ടോപ്പ് ലെയർ എത്രയാണോ? 1.5 മീറ്റർ സാൻഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് അണ്ടർലെയിൻഡ് ബൈ 3 മീറ്റർ തിക്ക് നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ. സോ മുകളിൽ സാൻഡ് ആണ്, സാൻഡിന് താഴെ ക്ലേ ആണ്. സാൻഡ് എത്രയാണ്? 1.5 മീറ്റർ. ക്ലേ എത്രയാണ്? 3 മീറ്റർ. Now the water table is present 1 meter below the ground level. The water table is present 1 meter below the ground level. So എങ്ങനെയാണ് ഉള്ളത്? ഗ്രൗണ്ട് ലെവൽ, അതിന് താഴെ 1.5 മീറ്ററിൽ സാൻഡ്, പിന്നെ അതിന് താഴെ എന്താണ്? ക്ലേ ആണ്. വാട്ടർ ടേബിൾ എവിടെയാണ്? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1 മീറ്റർ താഴെയാണ്. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫിഗർ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ വരണം. ക്ലിയർ അല്ലേ? ആ ഫിഗർ നമ്മൾ വരയ്ക്കുകയും വേണേ. ദ ഡെൻസിറ്റി ഓഫ് ദ സാൻഡ് ഈസ് 18 kN per meter cube എബവ് ദ വാട്ടർ ടേബിൾ അല്ലേ? എബവ് ദ വാട്ടർ ടേബിളിൽ എത്രയാണ്? 18 ആണ്. ആൻഡ് ബിലോ 19 kN per meter cube ബിലോ ദ വാട്ടർ ടേബിൾ സാൻഡിൻ്റെ. ഓക്കെ, സോ സാൻഡിന് തന്നെ 2 യൂണിറ്റ് വെയിറ്റ് ഉണ്ട്. ദ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ക്ലേ ആർ 30% ആൻഡ് 2.7%. സോറി 2.7. ദ ലിക്വിഡ് ലിമിറ്റ് ഓഫ് ദ ക്ലേ ഈസ് 65%. Estimate the probable settlement of the clay layer if the pressure at the mid height of the clay layer is increased by 50 kilopascal. Is increased by 50 kilopascal ആണ്. ക്ലിയർ അല്ലേ? വെരി സിമ്പിൾ ആണ്. ഇതിൽ നിങ്ങളെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. യെസ്, നിങ്ങൾ ഫിഗർ വരയ്ക്കണം, അതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. ആൻഡ് പല കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് നിങ്ങൾക്ക് മാർക്ക് ഉള്ളത്. ഇറ്റ് ഈസ് എ ടോട്ടൽ 9 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? സോ 1 2 3 യെസ് 4 5 6 7. ഓക്കെ, സോ ലെറ്റ് മീ ഡ്രോ ദ ഫിഗർ ഫസ്റ്റ്. എന്താണ് ഫിഗർ വരയ്ക്കണം നിങ്ങൾ? ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, ദിസ് ഈസ് ദ ഗ്രൗണ്ട് ലെവൽ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ വരച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് എ ഗ്രൗണ്ട് ലെവൽ. പറഞ്ഞോ, ഗ്രൗണ്ട് ലെവലിന് 1.5 മീറ്റർ താഴെ 1.5 മീറ്റർ താഴെ നമുക്ക് അല്ല ഇത്രയും ഡെപ്ത് വരെ നമുക്ക് എന്താ കാണുന്നത്? യെസ്, വി ക്യാൻ സീ സാൻഡ്. ഇത്രയും ഡെപ്തിൽ എന്താണ്? സാൻഡ് ആണുള്ളത്. ആൻഡ് ഈ 1.5 മീറ്ററിന് താഴെ എത്ര ഡെപ്തിലാണുള്ളത്? ദെൻ 3 മീറ്റർ വരെ ക്ലേ ആണ്. ദെൻ ഇവിടുന്ന് താഴോട്ട് എത്രയാണ്? 3 മീറ്റർ വരെ എന്താണ്? ക്ലേ ആണ്. 3 മീറ്റർ വരെ എന്താണ്? ക്ലേ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി വേറെ പ്രത്യേകത എന്താണ്? യെസ്, നമുക്ക് ഗ്രൗണ്ട് ലെവലിന് 1 മീറ്റർ താഴെയായിട്ടാണ് എന്ത് കാണുന്നത്? ഗ്രൗണ്ട് ലെവലിന് 1 മീറ്റർ താഴെയായിട്ടാണ് നമുക്ക് എന്ത് കാണുന്നത്? മൊത്തം സാൻഡാണ്. ഇത് മൊത്തം സാൻഡാണ്. നമുക്ക് വാട്ടർ ടേബിൾ കാണുന്നത്. യെസ്, വി ആർ ഹാവിങ് വാട്ടർ ടേബിൾ 1 മീറ്റർ ബിലോ ആണ്. ആൻഡ് സാൻഡ് വാട്ടർ ടേബിൾ മുകളിലുള്ള സാൻഡ് ഹാവിങ് എ ഗാമ ഈസ് ഈക്വൽ ടു എത്രയാണ്? യെസ്, ഇറ്റ് ഈസ് 18 kN/m3. ഇവിടെ സാൻഡിന് എത്രയാണ്? 18 kN/m3 ആണ്. ആൻഡ് വെള്ളത്തിന് താഴെയുള്ള സാൻഡ്, ഇതും സാൻഡാണ് അല്ലേ? ഇതും സാൻഡാണ്. 1.5 മീറ്ററിൽ മൊത്തം സാൻഡ് അല്ലേ? ഇവിടെ ഗാമ സാച്ചുറേറ്റഡ് ആണ് തീർച്ചയായിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 19 kN/m3 ആണ്. ക്ലിയർ? പിന്നെ എന്ത് തന്നിട്ടുണ്ട്? യെസ്, ക്ലേയുടെ തന്നിട്ടില്ല അല്ലേ? ക്ലേയുടെ സാച്ചുറേഷൻ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടില്ല. ക്ലേയുടെ സാച്ചുറേഷൻ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടില്ല. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഔട്ട്. ഇനി എന്താ വേണ്ടത്? വേറെ എന്താ മാർക്ക് ചെയ്യേണ്ടത്? യെസ്, ക്ലേൻ്റെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഉണ്ട്. ദ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ക്ലേ ഈസ് 30% ആൻഡ് 2.7 ആണ്. ലിക്വിഡ് ലിമിറ്റ് ഓഫ് ക്ലേ ഈസ് എത്രയാണ്? 65% ആണ്. ക്ലിയർ അല്ലേ? യെസ്, നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ക്ലേ. സോ ആ കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതാം. യെസ്, വാട്ടർ കണ്ടന്റ് ഓഫ് ദ ക്ലേ എത്രയാണ്? 30% ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 2.7 ആണ്. ലിക്വിഡ് ലിമിറ്റ് എത്രയാണ്? 65 ആണോ? 65 അല്ലേ? 65% ആണ്. വാട്ട് ഈസ് ദ സെറ്റിൽമെന്റ് ഇഫ് the pressure at the mid height of the clay layer is increased by 50 kilopascal? So നമ്മുടെ സെറ്റിൽമെന്റ് നമ്മൾ എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്? പറയൂ, നിങ്ങൾ സെറ്റിൽമെന്റ് എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്?
യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ സെറ്റിൽമെൻറ്റ് അറ്റ് ദീസ് മിഡ് ലെവൽ ഓഫ് ദ ക്ലേ. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മളെ സെൻറ്റർ ടു സെൻറ്റർ ലെവൽ ഓഫ്, ഞാൻ സി സി എന്ന് എഴുതുകയാണ്. സെൻറ്റർ ടു സെൻറ്റർ സി ബാർ സി എന്ന് എന്താ എഴുതിയത്? യെസ്, ദാറ്റ് ഈസ് എ സെൻറ്റർ ടു സെൻറ്റർ ഹൈറ്റ് ഓഫ് ക്ലേ ആണ്. അതായത് ഗ്രൗണ്ട് ലെവലിന് എത്ര ഹൈറ്റ് താഴെയാണ്? ഗ്രൗണ്ട് ലെവലിന് എത്ര താഴെയാണ്? 1.5 പ്ലസ് 1.5. ക്ലിയർ? സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 1.5 മീറ്റർ ആണ്. 1.5 മീറ്റർ ആണ്. ഈസ് ദാറ്റ് ഓക്കെ? ഈസ് ദാറ്റ് ഓക്കെ? സോ 1.5 മീറ്ററിൽ പല പല കാര്യങ്ങളുണ്ട്. സോ 1.5 മീറ്റർ ഇത്ര ഡെപ്ത്, ദെൻ 1.5 മീറ്റർ ഇത്ര ഡെപ്ത്. ഈസ് ദാറ്റ് ഓക്കെ? ഈസ് ദാറ്റ് ഓക്കെ? യെസ്, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അതായത് ടോട്ടൽ വാട്ടർ ഡെപ്ത് എത്രയുള്ളത്? ടോട്ടൽ വാട്ടർ ദാ ഇവിടെയാണ് വാട്ടർ ഉള്ളത്. അതായത് ഇത് 0.5 മീറ്റർ ആണ്. ദിസ് മച്ച് ഈസ് 0.5 മീറ്റർ. ക്ലിയർ? ഒബ്വിയസ്ലി. സോ 0.5 മീറ്റർ പ്ലസ് 1.5 മീറ്ററിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ, ഈ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ യു ആർ ഹാവിംഗ് 1 മാർക്ക്. ഓക്കെ, യു ഹാവ് 1 മാർക്ക് ഫോർ ദിസ് ഫിഗർ. ആൻഡ് യെസ്, ഇക്വേഷൻ എഴുതുന്നതിന് എത്രയാണ് മാർക്ക്? ലെറ്റ് മീ ചെക്ക് ദാറ്റ്. യെസ്, ഫോർമുല എഴുതുന്നതിന് 1 മാർക്കാണ്. യു ആർ ഹാവിംഗ് 1 മാർക്ക്. സോ എന്താണ് നമ്മുടെ ഇക്വേഷൻ? എന്താണ്? നമുക്ക് സെറ്റിൽമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഡെപ്ത് ഓഫ് ദ ക്ലേ, ദാറ്റ് ഈസ് എച്ച് നോട്ട് ഇൻറ്റു സി സി ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ നോട്ട് ഇൻറ്റു log of sigma 0 dash plus delta sigma dash divided by sigma 0 dash ആണ് അല്ലേ? sigma 0 dash ആണ്. ക്ലിയർ? ഈ ഫോർമുല എഴുതി ബോക്സ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് മറ്റൊരു മാർക്ക് ഉണ്ട്. ദാറ്റ് ഈസ് 1 മാർക്ക് എഗെയിൻ ആണ്. യു ആർ ഹാവിംഗ് 1 മാർക്ക് മോർ. ക്ലിയർ അല്ലേ? മൊത്തം 9 മാർക്കാണ്. സോ ഗ്രാഫ് വരയ്ക്കണം, അല്ലെങ്കിൽ സോയിലിൻ്റെ അവസ്ഥ വരയ്ക്കണം, തന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്. ഇനി ശ്രദ്ധിച്ചേ, ഇതിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എച്ച് നോട്ട്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എച്ച് നോട്ട്? എച്ച് നോട്ട് ഇസ് ദ ഇനീഷ്യൽ ലെയർ ഓഫ് ദ ക്ലേ ആണ് അല്ലേ? ക്ലേ ലെയർ തിക്നെസ് ആണ്. ക്ലേ ലെയർ തിക്നെസ് ആണ്. പറയൂ എത്രയാണ് ഇനീഷ്യൽ ക്ലേ ലെയർ തിക്നെസ്? എത്രയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 1.5 ആണോ 3 ആണോ? ദാറ്റ് ഈസ് 3 മീറ്റർ ആണ് അല്ലേ? സോ ക്ലേ ലെയർ എത്രയാണുള്ളത്? 3 മീറ്റർ ആണ്. പക്ഷേ അതിൻ്റെ മിഡിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും. യെസ്, ഇനീഷ്യൽ ക്ലേ ലെയർ തിക്നെസ് എത്രയാണ്? 3 ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സി സി ആണ് അല്ലേ? സി സി എന്താണോ? കോഎഫിഷ്യന്റ് ഓഫ് കംപ്രഷൻ ആണ്. അതൊക്കെ എഴുതണേ. കോഎഫിഷ്യന്റ് ഓഫ് കംപ്രഷൻ ആണ്. ഇത് കണ്ടുപിടിക്കുന്നതിന് 1 മാർക്ക് ഉണ്ട്. ആൻഡ് യു നോ വാട്ട് ഇസ് എ ഫോർമുല ഓഫ് സി സി? പറയൂ, സി സി ഏത് ഫോർമുല നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്? യെസ്, ഇറ്റ് ഈസ് 0.009 WL മൈനസ് ഏതാണ്? 10 ആണ് അല്ലേ? 0.007 അല്ല, 0.009 WL മൈനസ് 10 ആണ്. ഫൈൻഡ് ഔട്ട് ദാറ്റ് സി സി. യെസ്, സോ എത്ര കിട്ടുക? സി സി ഈസ് ഈക്വൽ ടു 0.009 ഇൻറ്റു 65 മൈനസ് 10 ആണ്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ എത്ര കിട്ടുക? പറയൂ. ഇറ്റ് ഈസ് 0.495. 0.495. സോ ഇതിന് എത്ര മാർക്ക് ഉണ്ട്? ദാറ്റ് ഈസ് ഹാവിംഗ് 1 മാർക്ക്. ദാറ്റ് ഈസ് ഓൾസോ ഹാവിംഗ് 1 മാർക്ക്. സി സി കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് അതിൻ്റെ വാല്യൂ എഴുതുന്നതിന് 1 മാർക്ക് ഉണ്ട്. ക്ലിയർ? യെസ്. സോ എന്തൊക്കെയാണ് ഇക്വേഷനിൽ? എസ് നോട്ട് ആയി, സി സി ആയി, ഇ നോട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇനീഷ്യൽ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് വി ആർ ഫൗണ്ട് ഔട്ട്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് തിങ്. ഇനി നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് ഇ നോട്ട്. ദാറ്റ് ഈസ് ഇനീഷ്യൽ വോയിഡ് റേഷ്യോ അല്ലേ? ഇനീഷ്യൽ വോയിഡ് റേഷ്യോ ആണ്. അതെങ്ങനെയാണോ കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാനാണ് അവർ തന്നിട്ടുള്ളത്. നമുക്കറിയാം ഇ നോട്ട് ഇൻറ്റു എസ് ഈസിക്കൽ ടു ഡബ്ല്യു ഇൻറ്റു ജി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. യെസ്, ആൻഡ് എസ് എത്രയാണ്? നോക്കിയേ, ക്ലേ ഈസ് അണ്ടർ വാട്ടർ ആണ്. അതായത് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. ആൻഡ് എന്ത് തന്നിട്ടുണ്ട്? വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്. യെസ്, ജി തന്നിട്ടുണ്ട്. സോ സിൻസ് ക്ലേ ഈസ് അണ്ടർ വാട്ടർ, എസ് എന്തായിരിക്കും? 1 ആയിരിക്കും. ദാറ്റ് ഈസ് ഇ നോട്ട് വിൽ ബി ഈസിക്കൽ ടു, യെസ്, given water content into G, substitute the value. This is 30%, that is 0.3 into 2.7 ആയിരിക്കും, into 2.7. So E naught you will get it as, yes, 0.81 ആണ്. ക്ലിയർ? ഇതിന് മറ്റൊരു മാർക്ക് ഉണ്ട്. ക്ലിയർ ആണോ? അതിന് മറ്റൊരു മാർക്ക് ഉണ്ട്. സോ എത്ര മാർക്കാണ് ഇപ്പം? ഗ്രാഫ് വരയ്ക്കാൻ, ഈ ഡയഗ്രാം വരയ്ക്കാൻ 1 മാർക്ക്. നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ എഴുതിയാൽ യെസ് 1 മാർക്ക്. അതിലെ വേരിയബിൾസ് സി സി കണ്ടുപിടിച്ച 1 മാർക്ക്, ഇ നോട്ട് കണ്ടുപിടിച്ചാൽ മറ്റൊരു മാർക്ക്. ദാറ്റ് ഈസ് ഇപ്പം മൊത്തം 4 മാർക്കായി. ഇനി Now what we need is we need to find out gamma saturated കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. നോക്കിയേ. യെസ്, ചോദ്യം എന്താണ്? The liquid limit of clay is estimate the probable settlement of the clay ആണ്. Okay, if the pressure of the midline yes increased by. നോക്കിയേ. യെസ്, so let's find out. ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടോ? ബാക്കിയെല്ലാം. ഇനി സിഗ്മ 0 ഡാഷ് കണ്ടുപിടിക്കണം അല്ലേ? ആൻഡ് ഗിവൺ എന്താണ്? യെസ്, ചേഞ്ച് ഇൻ ദ പ്രഷർ എത്രയാണോ? ഡെൽറ്റ സിഗ്മ ഡാഷ് ഇസ് ഗിവൺ ടു അസ്. സീക്വൽ എത്രയാണ്? 50 കിലോ പാസ്കൽ ആണ് അല്ലേ? 50 കിലോ പാസ്കൽ ആണെന്ന് പറഞ്ഞാൽ എത്രയാണോ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 50 പാസ്കൽ എത്രയാണോ? കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ? സോ ദിസ് ഈസ് ഗിവൺ ടു അസ്. നൗ വാട്ട് വി നീഡ് ഈസ്, ഇൻ ദിസ് ഇക്വേഷനിൽ
നോക്കൂ എന്ത് എച്ച് നോട്ടായി സി സി ആയി ഇ നോട്ടായി ഡെൽറ്റ സിഗ്മ ഡാഷ് ആയി ഇനി സിഗ്മ സീറോ ഡാഷ് അല്ലേ എന്താണ് സിഗ്മ സീറോ ഡാഷ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ സിഗ്മ സീറോ ഡാഷ് അറ്റ് സെൻറ്റർ ഓഫ് അല്ലേ സിഗ്മ സീറോ ഡാഷ് എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത് അറ്റ് യെസ് സിഗ്മ സീറോ ഡാഷ് അറ്റ് എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത് അറ്റ് സെൻറ്റർ സി സി അല്ലേ സോ ടോപ്പ് ലെവലിൽ നിന്ന് സി സിയിലേക്കുള്ള സിഗ്മ സീറോ ഡാഷ് കണ്ടുപിടിക്കുക ഓക്കെ യു ടെൽ മി വാട്ട് ഇസ് വാല്യൂ ഓഫ് സിഗ്മ സീറോ ഡാഷ് അത് കണ്ടുപിടിക്കാൻ മറ്റൊരു മാർക്ക് ഉണ്ട് അല്ലേ സോ സിഗ്മ സീറോ ഡാഷ് എന്താണോ നോക്കിയേ ടെൽ മി 1 മീറ്റർ എന്ന് പറയുന്ന ഡെപ്തിൽ യെസ് സാൻഡ് ഉണ്ട് വിച്ച് ഇസ് ഹാവിംഗ് എ വാല്യൂ ഓഫ് അല്ലേ 1 മീറ്റർ എന്ന് പറയുന്ന ഡെപ്തിൽ വി ആർ ഹാവിംഗ് എ സാൻഡ് 1 മീറ്റർ ഡെപ്തിൽ ഏതാ ഉള്ളത് സാൻഡ് ഓഫ് വോളിയം സാൻഡ് ഓഫ് യൂണിറ്റ് വെയിറ്റ് എത്രയാണ് 18 ദെൻ 0.5 മീറ്ററിൽ സാച്ചുറേറ്റഡ് സാൻഡ് ഉള്ളത് ദാറ്റ് ഈസ് ഗാമ സാച്ചുറേറ്റഡ് ഉള്ള 19 ആണ് പിന്നെ 1.5 മീറ്ററിൽ എന്തുണ്ട് നമുക്ക് ക്ലേ ഉണ്ട് വിച്ച് ഈസ് സാച്ചുറേറ്റഡ് ആണ് പക്ഷേ അത് കണ്ടുപിടിക്കണം അത് തന്നിട്ടുണ്ടോ ക്വസ്റ്റനിൽ ഇല്ല ഗാമ സാച്ച് തന്നിട്ടില്ല സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ് ഫസ്റ്റ് ഓക്കെ ദെൻ വാട്ടർ എവിടെയുള്ളത് വാട്ടർ ഈ ലെവലാണുള്ളത് ലെറ്റ്സ് മീ സേ ദിസ് ഇസ് 2 ലെവലിലാണ് വാട്ടർ ഉള്ളത് അതായത് എത്ര ഡെപ്തിൽ വാട്ടർ ഉണ്ട് 0.5 മീറ്റർ പ്ലസ് 1.5 ചെയ്താൽ മതി ഓക്കെ സോ ടെൽ മീ വാട്ട് ഈസ് ഇക്വേഷൻ സോ സിഗ്മ സീറോ ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത് വിച്ച് ഈക്വൽ ടു സിഗ്മ സീറോ മൈനസ് എന്തായിരിക്കും യു ആയിരിക്കും അതായത് ടോട്ടൽ സ്ട്രെസ് മൈനസ് എന്താണ് പോർ വാട്ടർ പ്രഷർ ആണ് അല്ലേ ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ വേർ സിഗ്മ സീറോ ഈസ് ഈക്വൽ ടു ടെൽ മീ ഇറ്റ് ഈസ് ഗാമ 1 ഇസ് 1 പ്ലസ് ഗാമ 2 ഇസ് 2 പ്ലസ് ഗാമ 3 ഇസ് 3 ആണ് ഓക്കെ സോ ഫ്രം ദ ഫിഗർ ഇറ്റ് ഈസ് ഓബ്വിയസ് ദാറ്റ് ഗാമ 1 എത്രയാണ് ഗാമ 1 ഈസ് എത്രയാണ് 18 ആണ് അല്ലേ സോ ദിസ് വിൽ ബി 18 ഇൻറ്റു Z1 എത്രയാണ് 1 മീറ്റർ ആണ് പ്ലസ് ഗാമ 2 എത്രയാണ് ടെൽ മീ വാട്ട് ഈസ് ഗാമ 2 ഈസ് 19 ദാറ്റ് ഈസ് 19 ഇൻറ്റു എത്രയാണ് ഡെപ്ത് 0.5 ആണ് പ്ലസ് ഗാമ 3 എത്രയാണ് അതാണ് ഗാമ സാച്ച് അല്ലേ ഗാമ സാച്ച് ഓഫ് ദ ക്ലേ ആണ് അത് നമുക്കറിയില്ല ഇൻറ്റു ഡെപ്ത് എത്രയാണ് 1.5 ആണ് ക്ലിയർ ഇൻറ്റു 1.5 ആണ് സോ ഫസ്റ്റ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ഗാമ സാച്ച് ആണ് ഓക്കെ ആൻഡ് യു പറഞ്ഞേ ഗാമ സാച്ച് നമുക്ക് കണ്ടുപിടിക്കാം യു വിൽ ബി ഈക്വൽ ടു എത്ര ഡെപ്തിലാണ് വാട്ടർ ഉള്ളത് 0.5 പ്ലസ് അല്ലേ സോ ദിസ് വിൽ ബി ഗാമ ഡബ്ല്യു ഇൻറ്റു 0.5 പ്ലസ് 1.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 9.81 ഇൻറ്റു 2 എന്നാണ് വരിക ഓക്കെ 9.81 ഇൻറ്റു 2 എന്നാണ് വരിക ക്ലിയർ സോ ഫസ്റ്റ് വി ഫൈൻഡ് ഔട്ട് ഗാമ സാച്ച് ആദ്യം നമുക്ക് ഗാമ സാച്ച് കണ്ടുപിടിക്കാം ക്ലിയർ സോ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ഗാമ സാച്ച് അത് കണ്ടുപിടിക്കാനും നമുക്കൊരു മാർക്കുണ്ട് സോ ഗാമ സാച്ച് നമുക്കറിയാം ഇക്വേഷൻ എന്താണ് ജി പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ ആണ് അല്ലേ ആൻഡ് ഇവിടെ ഈ മൊത്തം എന്താണ് ഇ നോട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ബിക്കോസ് ദാറ്റ് ഈസ് ഓൺലി വോയിഡ് റേഷ്യോ ഗിവൺ ടു us ജി എത്രയാണോ 2.7 പ്ലസ് ഇ നോട്ട് എത്ര കിട്ടി നമുക്ക് ഇതാ ഇപ്പോൾ എത്ര കിട്ടി നമുക്ക് 0.81 എന്ന് കിട്ടിയിട്ടുണ്ട് 0.81 എന്ന് കിട്ടിയിട്ടുണ്ട് ഇൻറ്റു 9.81 നമുക്കറിയാം ഗാമ ഡബ്ല്യു ഡിവൈഡ് ബൈ ദിസ് ഈസ് 1 പ്ലസ് 0.81 ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് ഇതിന് നിങ്ങൾക്ക് ഒരു മാർക്ക് ഉണ്ട് യെസ് സോ എത്ര കിട്ടും നിങ്ങൾക്ക് ഗാമ സാച്ച് ഈക്വൽ ടു 19.02 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും ക്ലിയർ സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഹിയർ സോ ഗാമ സാച്ച് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഹിയർ യെസ് എത്രയാണ് ഗാമ സാച്ച് കിട്ടിയത് ഇപ്പം 19.02 എന്ന് കിട്ടി ഓക്കെ സോ യു ഗോട്ട് സിഗ്മ സീറോ sorry this is sigma 0 dash no this is sigma 0 okay this is sigma 0 so sigma 0 കിട്ടി നിങ്ങൾക്ക് sorry wait this is sigma 0 okay total stress ആണിത് and you got the u also ഇതാണ് sigma 0 ഇതാണ് u okay so you can find out sigma 0 dash that is sigma 0 minus u ആണ് okay find out these two value and subtract the value എത്ര കിട്ടും നിങ്ങൾക്ക് 36.41 kilo Newton per meter square എന്ന് കിട്ടും ക്ലിയർ സോ ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് യു ഹാവ് 2 മാർക്സ് നൗ നോക്കിയേ എത്ര മാർക്കായി ഇപ്പോൾ 2 മാർക്ക് നോക്കിയേ ഗ്രാഫിന് ഒരു മാർക്ക് ഈ ഇക്വേഷൻ ഒരു മാർക്ക് 2 മാർക്കായി സി സി കണ്ടുപിടിക്കാൻ ഒരു മാർക്ക് 3 മാർക്ക് ഇ നോട്ട് കണ്ടുപിടിക്കാൻ ഒരു മാർക്ക് 4 മാർക്ക് ദെൻ ഗാമ സാച്ച് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് യെസ് ഒരു മാർക്ക് ദാറ്റ് ഈസ് ദിസ് ഈസ് 5 മാർക്സ് അഗെയിൻ അപ്പോൾ 5 മാർക്കായി പ്ലസ് സിഗ്മ 0 ഡാഷ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് 2 മാർക്കാണ് സോ 5 2 7 മാർക്കായി ഇനി ഫൈനൽ ആൻസറിനാണ് മാർക്കിനി yes that is substitute the value and find out delta h clear yes so നമുക്ക് sigma 0 dash ഇത്ര കിട്ടി now delta h will be equal to s naught into cc divided by 1 plus e naught into log of yes sigma 0 dash plus delta sigma dash divided by sigma 0 dash substitute the value yes substitute the value here S നോട്ട് എത്രയാണ് 3 ആണ് സി സി എത്ര കിട്ടിയത് നിങ്ങൾക്ക് യെസ് വാട്ട്സ് ദ വാല്യൂ യു ഗോട്ട് സി സി ഈസ് 0.495
ഡിവൈഡ് ബൈ ഇ നോട്ട് എത്രയാണ് 1 പ്ലസ് ഇ നോട്ട് ഈസ് 0.81 ലോഗ് ഓഫ് എത്രയാണ് സിഗ്മ 0 ഡാഷ് ഇപ്പോൾ കിട്ടിയത് 36.41 പ്ലസ് ഗിവൺ ഡെൽറ്റ സിഗ്മ ഡാഷ് ആസ് 50 then sigma 0 dash is 36.41 substitute the value find out delta h you will guess delta h is equal to yes 0.306 meter എന്ന് കിട്ടും മീറ്റർ ആണ് mm അല്ല ഇറ്റ് ഈസ് 0.306 മീറ്റർ ഇതിന് നിങ്ങൾക്ക് 2 മാർക്ക് ഉണ്ടാവും അണ്ടർലൈൻ ചെയ്യാം ക്ലിയർ അല്ലേ സോ മൊത്തത്തിൽ നിങ്ങൾക്ക് 9 മാർക്കാണ് ആ ക്വസ്റ്റിന് കിട്ടുന്നത് ഓക്കെ അല്ലേ സോ ഇത് മൊഡ്യൂൾ 4 17ാമത്തെ ക്വസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ക്ലിയർ ഓക്കെ അല്ലേ യെസ് ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ചോയ്സ് അതായത് മൊഡ്യൂൾ 4 രണ്ടാമത്തെ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തിയറി ക്വസ്റ്റ്യൻസ് ആണ് രണ്ടും നല്ല തിയറിയാണ് ഓക്കെ സോ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ട ആവശ്യമുണ്ടാവും ഓക്കെ അത്യാവശ്യമുള്ള പോയിന്റ് മാത്രം എഴുതുക നോക്കിയ തിയറി പോയിന്റ് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പോയിന്റ് ആക്കി എഴുതുക വെറുതെ വാരി വരച്ച് പാരഗ്രാഫ് ആക്കി എഴുതരുത് യു ട്രൈ മാക്സിമം ടു കൺക്ലൂഡ് ഓർ ഗിവ് യുവർ പോയിന്റ്സ് ഗിവ് യുവർ സജഷൻസ് ഇൻ പോയിന്റ്സ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 18 എ ആൻഡ് ബി പാർട്ട് ഉണ്ട് 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ദ പ്രോക്ടർ നീഡൽ മെത്തേഡ് ഓഫ് ഫീൽഡ് കോമ്പാക്ഷൻ കൺട്രോൾ വിത്ത് നീറ്റ് സ്കെച്ചസ് ആണ് ഓക്കെ സോ പ്രോക്ടർ നീഡിൽ നിങ്ങൾ വരയ്ക്കണം അതിൻ്റെ പാർട്സ് നിങ്ങൾ കാണിക്കണം അതാണ് ഒരു ഫിഗർ 2 ഇതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട് അത് വരയ്ക്കണം ക്ലിയർ അല്ലേ യെസ് നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം യെസ് ഡിറ്റർമൈൻ പ്രോക്ടർ നീഡിൽ മെത്തേഡാണ് അല്ലേ എന്താണ് പ്രോക്ടർ നീഡിൽ മെത്തേഡിൻ്റെ ഉദ്ദേശം അല്ലേ കോമ്പാക്ഷൻ അറിയാൻ വേണ്ടിയാണ് നമ്മൾ പ്രോക്ടർ നീഡിൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത് അല്ലേ വി ആർ ഹാവിങ് യെസ് ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ് ഉണ്ട് അല്ലേ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി ഉണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് ഒക്കെ ഉണ്ട് അതേപോലെ മറ്റൊരു സാധനമാണ് പ്രോക്ടർ നീഡിൽ മെത്തേഡ് എന്ന് പറയുന്നത് ആക്ച്വലി അതെന്താ ഡിറ്റർമൈൻ ചെയ്യുന്നത് വാട്ടർ കണ്ടന്റ് ഇൻ ദ ഫീൽഡ് ആണ് ഓക്കെ സോ ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടന്റ് ഓഫ് കോമ്പാക്റ്റഡ് സോയിൽ ആണ് അതായത് വാട്ടർ കണ്ടന്റ് കണ്ടെത്തിയതാകുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം കറസ്പോണ്ടിങ് യെസ് ഗാമ ഡി കണ്ടുപിടിക്കാം നോക്കിയാൽ പ്രോക്ടർ നീഡിൽ പ്രിൻസിപ്പിൾ എന്താണ് പ്രിൻസിപ്പിൾ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്ടർ നീഡിൽസ് മെത്തേഡ് ഈസ് ടു ഡിറ്റർമൈൻ ദ വാട്ടർ കണ്ടന്റ് ഓഫ് ദ കോമ്പാക്റ്റഡ് സോയിൽ ഇൻഡയറക്ട്ലി വിത്തൗട്ട് ഡ്രൈയിങ് ദ സാമ്പിൾ and it is based on the resistance offered by the compacted soil to the penetration of the proctor needles ആണ് നോക്കിയേ നമ്മൾ വാട്ടർ കണ്ടന്റ് സാധാരണ ഒരു സോയിലിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മളൊരു സോയിൽ സാമ്പിൾ എടുക്കും നമ്മൾ ഓവൻ ഡ്രൈയിങ്ങിൽ വെക്കും എന്നിട്ട് നമ്മൾ ഡ്രൈ ചെയ്തതിന് ശേഷം അതിന് വെയിറ്റ് മെഷർ ചെയ്യും അങ്ങനെയാണ് നമ്മൾ പൊതുവേ ചെയ്യാറുള്ളത് ഇനി നമ്മൾ അത് ചെയ്യാതെ അല്ലെ ഫീൽഡിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾ ഓവൻ ഡ്രൈയിൽ വെക്കണം 2.5 മണിക്കൂർ അവിടെ ചൂടാക്കി അതിനെ ഉണക്കണം അല്ലേ അതൊക്കെ സമയം എടുക്കുന്ന പരിപാടിയാണ് ഫീൽഡിൽ നമുക്ക് പെട്ടെന്ന് കിട്ടണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും പ്രോക്ടർ നീഡിൽ മെത്തേഡ് ചെയ്യും എന്താണ് പ്രോക്ടർ നീഡിൽ മെത്തേഡ് ചെയ്യുന്നത് നമ്മൾ കോമ്പാക്റ്റഡ് സോയിൽ നമ്മുടെ ഇതാണ് നീഡിൽ ഇതാണ് നമ്മുടെ പ്രോക്ടർ നീഡിൽ എക്യുപ്മെൻറ്റ് അത് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ അതിലേക്ക് പെനിട്രേറ്റ് ചെയ്യാണ് ബൈ 7 സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ പെനിട്രേഷൻ ചെയ്യുമ്പോൾ ആ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യാണ് അല്ലേ നല്ലപോലെ കോമ്പാക്റ്റഡ് സോയിൽ ആണെങ്കിൽ നിങ്ങളുടെ നീഡിൽ പെനിട്രേറ്റ് ചെയ്യുമോ ഇല്ല അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ ഇഫ് ദ സോയിൽ ഈസ് ഫുള്ളി കോമ്പാക്റ്റഡ് ഓർ വെൽ കോമ്പാക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ പ്രോക്ടർ നീഡിൽ എന്ത് ചെയ്യില്ല പെനിട്രേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ദർ വിൽ ബി എ ഹൈ റെസിസ്റ്റൻസ് ടു ദ പെനിട്രേഷൻ അല്ലെ സോഫ്റ്റ് സോയിൽ ആണെങ്കിലോ ലെസ് കോമ്പാക്റ്റഡ് സോയിൽ ആണെങ്കിലോ നിങ്ങളുടെ നീഡിൽ പെട്ടെന്ന് എന്താവും പെനിട്രേറ്റ് ചെയ്യും സോ ആ പെനിട്രേഷനിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ആ റെസിസ്റ്റൻസിനെ നമ്മൾ വാട്ടർ കണ്ടന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യണം ക്ലിയർ അല്ലേ സോ എന്താണ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കോമ്പാക്റ്റഡ് സോയിൽ ഓൺ ദ പെനിട്രേഷൻ ഓഫ് ദ പ്രോക്ടർ നീഡിൽ ക്ലിയർ അല്ലേ ഇതാണ് നിങ്ങൾ വരയ്ക്കുന്ന ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരയ്ക്കണം നിർബന്ധമായിട്ടും ഈ ഫിഗർ വരയ്ക്കണം മാർക്ക് കിട്ടണമെങ്കിൽ 2 ഫിഗറിന് 2 മാർക്ക് വെച്ചിട്ട് ഫിഗറിന് 1 മാർക്കാണ് ഏതാണ് ഫിഗർ ഫസ്റ്റ് ഫിഗർ ഇതാണ് പിന്നെ നിങ്ങളൊരു ഗ്രാഫ് വരയ്ക്കണം അപ്പോഴാണ് 2 മാർക്ക് കിട്ടുന്നത് ക്ലിയർ അല്ലേ നോക്കിയേ പ്ലഞ്ചറിൻ്റെ നീഡിലാണ് കാണിച്ചിരിക്കുന്നത് ദിസ് ഇസ് നീഡിൽ പോയിന്റ് നമുക്കറിയാം നീഡിൽ നമ്മൾ സോയിലിനനുസരിച്ച് മാറ്റും ദെൻ ദർ ഇസ് എ നീഡിൽ ഷാങ്ക് ഓക്കെ ആൻഡ് നീഡിൽ ഷാങ്കിന് മുകളിൽ നമുക്ക് എന്തുണ്ടാവും വി വിൽ ബി ഹാവിങ് ഗ്രാജുവേഷൻ ഓൺ ദ നീഡിൽ ഷാങ്ക് അല്ലേ എത്ര പെനിട്രേഷൻ ഉണ്ടായി എന്ന് കാണിക്കാൻ ഈ നീഡിൽ ഷാങ്കിന് മുകളിൽ ഗ്രാജുവേഷൻ ഉണ്ടാവും ദെൻ ദർ ഇസ് എ ലോഡിംഗ് പ്ലഞ്ചർ ദെൻ ദർ ഇസ് എ സ്ലൈഡിംഗ് റിംഗ് ദെൻ ദർ ഇസ് എ ഗ്രാജുവേഷൻ അല്ലേ സോ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഗ്രാജുവേഷനാണ് നമുക്ക് റെസിസ്റ്റൻസ് എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നത് ക്ലിയർ അല്ലേ സോ ചെറിയൊരു എക്യുപ്മെൻ്റ് ആണ് ഇതിനെ നമ്മൾ സോയിലിലേക്ക് നമ്മൾ പെനിട്രേറ്റ് ചെയ്യാം ഇതാണ് നമ്മൾ എത്ര പെനിട്രേഷൻ കാണിച്ചു എന്ന് കാണിക്കുന്നത് നിങ്ങൾക്കറിയാം നീഡിൽ ഷാങ്ക് ആൻഡ് നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവും ആൻഡ് ഇവിടെ എത്രത്തോളം റെസിസ്റ്റൻസ് കാണിക്കുന്നത് നമുക്ക് മെഷർ ചെയ്യാം ഈ ഫിഗർ വരയ്ക്കണം ഈ കമ്പോണൻസ് കാണിക്കണം 1 മാർക്കാണ് ക്ലിയർ അല്ലേ യെസ് ദെൻ എന്താ ചെയ്യുന്നത് യെസ് അതിൻ്റെ കമ്പോണൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് the proctor's needle consists of a needle attached to the spring loaded plunger as we shown the needle consists of a needle point attached to the bottom of the needle shank തീർച്ചയായിട്ടും needle can be pushed into the compacted soil by pressing the loading plunger the needle shank has graduation to read the penetration അല്ലേ നമ്മൾ പറഞ്ഞ പോലെ അത് എഴുതണേ needle shankന്റെ graduation എന്താണ് to read the penetration of the needle into the compacted soil ആണ് അല്ലേ
നോക്കിയേ, ഇതാണ് നീഡിൽ ഷാങ്ക്. ഇതിൻ്റെ മുകളിൽ എന്തുണ്ട്? ഗ്രാജുവേഷൻ ഉണ്ട്. ആ ഗ്രാജുവേഷൻ എന്തിനാണ്? യെസ്, എത്രത്തോളം പെനിട്രേഷൻ നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇനി ഇവിടെ കാണുന്ന ഗ്രാജുവേഷൻ ഏതാണ്? അത് എത്രത്തോളം റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ദ സ്റ്റെം ഓഫ് ദ ലോഡിംഗ് പ്ലഞ്ചർ ഹാസ് ഗ്രാജുവേഷൻ ടു ഷോ ദ റെസിസ്റ്റൻസ് ഓഫേർഡ്. അല്ലേ, ദ റെസിസ്റ്റൻസ് ഓഫേർഡ് മെഷർ ചെയ്യുന്ന ആരാണ്? സ്റ്റെം ഓഫ് ദ ലോഡിംഗ് പ്ലഞ്ചർ ആണ്. യെസ്, ദ ലോഡിംഗ് പ്ലഞ്ചർ ഈസ് കാലിബ്രേറ്റഡ്. കാലിബ്രേഷൻ ചെയ്യണം to indicate the penetration resistance of the compacted soil based on the deformation of the spring, which depends on the load applied on the spring constant. And നോക്കിയേ, needle points of different cross section areas are supplied along with the equipment such as ഇത് എഴുതണേ 0.2, 0.5, 1, 2.5 centimeter square ഉള്ള പല cross section ഉള്ള needle ഉണ്ട്, which is selected in the type of the soil ആണ് used in compacted soil of increased penetration resistance ആണ്. ക്ലിയർ? നോക്കിയേ, കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ? കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം പ്രോക്ടർ നീഡിൽ നിങ്ങൾ ഫീൽഡിലൊക്കെ പോയി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ഒരു കാലിബ്രേഷൻ ചെയ്ത് വെക്കണം. വാട്ട് യു മീൻ ബൈ കാലിബ്രേഷൻ? കാലിബ്രേഷൻ പല ഘട്ടത്തിൽ നിങ്ങൾ പല ഇൻസ്ട്രുമെൻസിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവും. കാലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തി വെക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏതൊക്കെയാണ് ക്വാണ്ടിറ്റീസ് നോക്കിയേ. ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ലുക്ക് അറ്റ് ദീസ്, നമുക്ക് ഗാമ ഡി ഉണ്ട്, പിന്നെ വാട്ടർ കണ്ടന്റ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? പെനിട്രേഷൻ റെസിസ്റ്റൻ്റ് ആണ്. പെനിട്രേഷൻ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇത് 3 കമ്പോണൻസ് ഉണ്ട്, 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. നമുക്കറിയാം ഗാമ ഡി അല്ലെ, ഗ്രാഫ് വാട്ടർ കണ്ടന്റ് വേഴ്സസ് ഗാമ ഡി ഗ്രാഫൊക്കെ അറിയാലോ. ഇതാണ് കോമ്പാക്ഷൻ്റെ ഗ്രാഫ് വരാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. നോക്കിയേ, നമ്മൾ ലാബിലാണ് ഇപ്പോൾ ഉള്ളത്. ഫീൽഡിൽ അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഫീൽഡിൽ ചെയ്യുന്ന മെത്തഡാണ് പ്രോക്ടർ നീഡിൽ മെത്തഡ്. ഓക്കെ, ഫീൽഡ് അവിടെ നിൽക്കട്ടെ. ഫീൽഡിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു കാലിബ്രേഷൻ ആവശ്യമാണ്. നമ്മളിപ്പോൾ ലാബിലുള്ളത്. ലാബിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സോയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ സോയിൽ എടുത്തു. അതിൽ certain amount of ലെറ്റ്സ് സേ നമ്മൾ ആദ്യം സോയിൽ എടുത്തു. അതിൽ നമ്മൾ W1 amount ഓഫ് വാട്ടർ കണ്ടന്റ് ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എന്തുണ്ടാവും? ഗാമ D1 ഉണ്ടാവില്ലേ? ക്ലിയർ അല്ലേ? ആദ്യം നിങ്ങൾ സോയിൽ W1 എന്ന് പറയുന്ന വാട്ടറാണ് ഒഴിക്കുന്നത്. ആ ക്വാണ്ടിറ്റി ലെറ്റ്സ് എത്രയാണ്? കുറച്ച് വെള്ളം ഒഴിച്ചു. എത്രയാണ് വെള്ളം? W1 ആണ്. സോ അതിനെ നല്ലപോലെ നമ്മൾ എന്ത് ചെയ്തു? മിക്സ് ചെയ്തു. എന്നിട്ട് നല്ലപോലെ കോമ്പാക്ട് ചെയ്തു. അപ്പോൾ കിട്ടിയ ഗാമ ഡി എത്രയാണ്? ഗാമ D1 ആണ്. ക്ലിയർ അല്ലേ? യെസ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഈ W1 വാട്ടർ കണ്ടന്റ് ഉള്ള ഗാമ D1 യെസ് ഡ്രൈ ഡെൻസിറ്റി കിട്ടിയ ഈ സോയിലിൽ നമ്മുടെ പ്രോക്ടർ നീഡിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പെനിട്രേറ്റ് ചെയ്യും. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് കാണിക്കില്ലേ? ലെറ്റ്സ് സേ അത് എത്രയാണ് റെസിസ്റ്റൻസ് കാണിക്കുന്നത്? ലെറ്റ്സ് സേ R1 ആണ് കാണിക്കുന്ന റെസിസ്റ്റൻസ്. സോ W1 വാട്ടർ കണ്ടന്റിൽ ഗാമ D1 കോമ്പാക്ഷൻ കിട്ടിയ സോയിലിൻ്റെ മുകളിലെ റെസിസ്റ്റൻസ് എത്രയാണ്? R1 ആണ്. ഇനി നമ്മൾ എക്സ്പെരിമെൻറ്റ് മാറ്റും, വാട്ടർ കണ്ടന്റ് ചേഞ്ച് ചെയ്യും, ഗാമ W2 ആക്കും. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു ഡ്രൈ ഡെൻസിറ്റി ആണ് കിട്ടുക, ഗാമ D2 ആയിരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് മാറില്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും പെനിട്രേറ്റ് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്തായിരിക്കും? മാറും. ക്ലിയർ അല്ലേ? അതായത് ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അപ് ടു നമ്മൾ ഒരുപാട് വാല്യൂസ് WN, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗാമ ഡെൻസിറ്റി ഗാമ D1 ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും R1 ആയിരിക്കും. നോക്കിയേ, ഈ സാധനം സ്റ്റാൻഡേർഡ് ആണ്. ഇത് ചാർട്ടാണ്. ഇതൊരു ചാർട്ടാണ്. ഇത് നമ്മൾ ചാർട്ടാക്കി എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതിനെ ബേസാണ് നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കാൻ പോകുന്നത്. സോ W1 ആണ് നിങ്ങൾ ലെറ്റ്സ് സേ ഫീൽഡിൽ പോയപ്പോൾ നിങ്ങൾക്ക് വാട്ടർ കണ്ടന്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് സേ W1 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ റെസിസ്റ്റൻസ് R1 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? W1 ആണ് വാട്ടർ കണ്ടന്റ്. ക്ലിയർ അല്ലേ? സോ ഈ ചാർട്ട് നമ്മുടെ അടുത്തുണ്ടാവും. കാലിബ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാണ്. ഓക്കെ അല്ലേ? ഈ ചാർട്ടും ഈ നീഡിലുമായിട്ടാണ് നമ്മൾ ഫീൽഡിലേക്ക് പോകുന്നത്. ക്ലിയർ അല്ലേ? അതാണ് കാലിബ്രേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. യു ഹാവ് ടു റീഡ് ദിസ് ആൻഡ് കാലിബ്രേഷൻ എഴുതണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ടു യൂസ് പ്രോക്ടർ നീഡിൽസ് to determine the water content, it is required to prepare a calibration chart with the soil used for compaction. Suitable needle point is selected and attached to the bottom of the needle. While conducting the compaction test, the penetration resistance of the compacted soil in the mold is determined using Proctor's needle in the suitable needle point. Okay, yes, നമ്മൾ ഇത് ലാബിൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ വാട്ടർ കണ്ടന്റിലും നമ്മൾ എല്ലാ റെസിസ്റ്റൻസും മെഷർ ചെയ്യും. ക്ലിയർ? The soil is compacted at a given water content in the compaction mold. After the compaction is completed, the collar is removed, excess soil is above the top, mold is removed, trimmed off, and surface is leveled. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? Yes, Proctor needle is now placed on the surface of the compacted soil, yes, and forced down by 7.5 cm. Very important point. Yes, at a rate of 1.25 cm per second. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എത്ര പെനിട്രേഷൻ ഉണ്ടാവണം? 7 cm പെനിട്രേഷൻ ഉണ്ടാവണം.
ആൻഡ് ഓരോ സെക്കൻഡിലും എത്ര പെനിട്രേഷൻ ഉണ്ടാവണം 1.25 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന പെനിട്രേഷൻ ഒരു സെക്കൻഡിൽ ഉണ്ടാവണം എന്ന റേറ്റിലാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. ഓക്കെ, ദ പെനിട്രേഷൻ ഈസ് ചെക്ക്ഡ് ഫ്രം ദ ഗ്രാജുവേഷൻ ഓഫ് ദ നീഡിൽ ആൻഡ് ദ പെനിട്രേഷൻ റെസിസ്റ്റൻസ് ഈസ് റീഡ് ഫ്രം ദ ഗ്രാജുവേഷൻ ഓൺ ദ സ്റ്റെം ഓഫ് ദ ലോഡിംഗ് പ്ലഞ്ചർ കറസ്പോണ്ടിങ് ടു ദ പൊസിഷൻ ഓഫ് ദ സ്ലൈഡിംഗ് റിംഗ്. ക്ലിയർ? യെസ്. പിന്നെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ദ വാട്ടർ കണ്ടന്റ് ആൻഡ് ദ ഡ്രൈ ഡെൻസിറ്റി ഓഫ് ദ കോമ്പാക്റ്റഡ് സോയിൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ആസ് യൂഷ്വലി ഡൺ ഇൻ ദ കോമ്പാക്ഷൻ സോയിൽ. സോ നമുക്ക് എന്തോ കിട്ടി? ഇത്ര വാട്ടർ കണ്ടന്റ് ആണ് ആഡ് ചെയ്ത് കിട്ടി, അതിൻ്റെ കറസ്പോണ്ടിങ് ഗാമാഡി കിട്ടി, ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് കിട്ടി. ഇങ്ങനെ പല വാട്ടർ കണ്ടന്റിലും പല ഗാമാഡിയിലും നമ്മൾ റെസിസ്റ്റൻസ് എഴുതി വെച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് കേർഡ് അല്ലേ? സോ പാരാമീറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ ആയില്ലേ? സോ ഇത്ര യൂണിറ്റ് വെള്ളമാണെങ്കിൽ ഇത്ര യൂണിറ്റ് ആയിരിക്കും അതിൻ്റെ ഗാമാഡി, ഇത്ര യൂണിറ്റ് ആയിരിക്കും അതിൻ്റെ റെസിസ്റ്റൻസ്. കിട്ടിയില്ലേ? അത് നമ്മളെ കയ്യിലുണ്ട്, ഓൾറെഡി ഉണ്ട് ഫോർ ദ സോയിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ചെക്ക്ഡ് ഇൻ ദ ഫീൽഡ് ആണ്. ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കും. ഓക്കെ, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഈ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കണേ. കുറച്ചൊരു ക്ലിയർ കുറവുണ്ടാവാം, ബട്ട് യു ഹാവ് ടു പ്ലോട്ട് ദിസ് ഗ്രാഫ്. ലെറ്റ് മീ ഇതാണ് മോയ്സ്ചർ കണ്ടന്റ്, അതായത് വാട്ടർ കണ്ടന്റ് ഓൺ ദിസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് ദ ഡ്രൈ ഡെൻസിറ്റി ഗാമ ഡി ഓൺ ദിസ് ആക്സിസ്. തീർച്ചയായിട്ടും ഗ്രാഫ് എങ്ങനെയാണ് വരിക? നമുക്കറിയാം ഗ്രാഫ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. നമ്മൾ ഏത് സോയിൽ ചെയ്താലും നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് വരിക. ഓക്കെ, ഇത് എല്ലാവർക്കും കിട്ടും. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൂടി വരയ്ക്കുന്നുണ്ട്? യെസ്, ഓരോ പെനിട്രേഷൻ റെസിസ്റ്റൻസിൻ്റെ വാല്യൂസും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ വരച്ച് വെക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ പെനിട്രേഷൻ റെസിസ്റ്റൻസ് വാല്യൂ. സോ ദിസ് ഈസ് എ കറസ്പോണ്ടിങ് പെനിട്രേഷൻ റെസിസ്റ്റൻസ് വാല്യൂ ഓർ റെസിസ്റ്റൻസ് കർവാണ്. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ ഫീൽഡിൽ പോയി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ പ്ലഞ്ചർ നിങ്ങൾ എന്ത് ചെയ്തു? പെനിട്രേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്താ മെഷർ ചെയ്യുക? റെസിസ്റ്റൻസ് അല്ലേ മെഷർ ചെയ്യുക. സോ ലെറ്റ്സ് സേ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് എത്ര കിട്ടി? ലെറ്റ്സ് സേ സം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ്. സോ ഇതാണ് നമ്മുടെ പി ആറിൻ്റെ വാല്യൂ. ഓക്കെ, പി ആറിൻ്റെ വാല്യൂ ഓൺ ദിസ് എക്സ് ആണ്, വിച്ച് ഇസ് 20, 40 ആൻഡ് 60 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? ലെറ്റ്സ് സേ 40 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് നിങ്ങളെ പ്ലഞ്ചർ കാണിക്കുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾ ഇതാ അവരുടെ ഇന്റർസെക്ഷൻ പോയിന്റ് എടുക്കും. ഇവരുടെ ഇന്റർസെക്ഷൻ പോയിന്റ് ഇതാ ഇവിടെയാണ്. കർവിൻ്റെ ഇന്റർസെക്ഷൻ പോയിന്റ് 40 എന്ന് പറയുന്ന റീഡിങ്ങിൻ്റെ ഇന്റർസെക്ഷൻ പോയിന്റ് ഇവിടെയാണ് വരുന്നത്. അതിനർത്ഥം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടുപിടിക്കാം, വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാം. അതിൻ്റെ കറസ്പോണ്ടിങ് നിങ്ങൾക്ക് ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? സോ റെസിസ്റ്റൻസിൻ്റെ കർവ് ഉണ്ട് നിങ്ങൾക്ക്, ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് ഡ്രൈ ഡെൻസിറ്റി ആയിട്ട് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. 40 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കും ഇന്റർസെക്ഷൻ പോയിന്റ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാം, അതിൻ്റെ കറസ്പോണ്ടിങ് ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. ഇതാണ് പരിപാടി. സോ വാട്ട് യു നീഡ് ഈസ് പെനിട്രേഷൻ റെസിസ്റ്റൻസ് ആൻഡ് ഓൾസോ നേരത്തെ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചാർട്ടും വേണം. ക്ലിയർ അല്ലേ? ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തും കണ്ടുപിടിക്കാം. ക്ലിയർ? അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. യെസ്, സോ ദാറ്റ് ഈസ് ഈ പറയുന്ന കാര്യങ്ങൾ എഴുതണം. എന്തൊക്കെ വരയ്ക്കണം? നിങ്ങൾ ഈ പ്ലഞ്ചറിൻ്റെ പെനിട്രേഷൻ പ്രോക്ടർ നീഡിലിൻ്റെ ഗ്രാഫ് വരയ്ക്കണം, ഫിഗർ വരയ്ക്കണം, അതിൻ്റെ കമ്പോണൻസ് മാർക്ക് ചെയ്യണം, ഏത് സ്റ്റെമ്മിലാണ് എന്ത് ഗ്രാജുവേഷൻ കിട്ടുന്നുള്ളത്, അല്ലെങ്കിൽ ഓരോ ഗ്രാജുവേഷൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തു വെക്കണം. ആൻഡ് പെനിട്രേഷൻ എത്രത്തോളം ഡെപ്തിലാണ് ചെയ്യുന്നത്? 7 സെൻറ്റിമീറ്റർ ഡെപ്തിലാണ് പെനിട്രേഷൻ ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ റേറ്റ്? 1.25 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന രീതിയിലാണ് നമ്മൾ പെനിട്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ഫൈനലി എന്താണ്? ദെൻ സൈറ്റിൽ എന്താ പരിപാടി? സൈറ്റിൽ നിങ്ങൾ എന്താ ചെയ്യുക? What you're doing is the soil used for compaction in the field mixed with the placement of water content is compacted into the compaction mold using the same compaction energy. The proctor needle with the same needle point as used for the preparation of the calibration chart is forced into the compacted soil in the mold and the penetration resistance is determined. So penetration resistance കിട്ടി. The water content and dry density of the compacted soil are then read from the calibration chart corresponding to the penetration resistance. So ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിപാടി ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആ പ്ലഞ്ചർ ഒന്ന് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആ നീഡിൽ ഒന്ന് എന്ത് ചെയ്യുക? സോയിലേക്ക് എന്ത് ചെയ്യുക? പെനിട്രേറ്റ് ചെയ്യുക. അത് പെനിട്രേറ്റ് ചെയ്യുമ്പോൾ അതൊരു പെനിട്രേഷൻ റെസിസ്റ്റൻസ് കാണിക്കും. നമ്മൾ ആ വാല്യൂ മാത്രം റീഡ് ചെയ്താൽ മതി. ആ കിട്ടിയ പെനിട്രേഷൻ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ ചാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കോറിലേറ്റ് ചെയ്യാണ്. സോ ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ കറസ്പോണ്ടിങ് വാട്ടർ കണ്ടന്റ് ആൻഡ് ഗാമ ഡി ഓഫ് ദ പർട്ടിക്കുലർ ഫീൽഡ് സോയിൽ. ക്ലിയർ? ഇതാണ് നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവും. ഐ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. ബട്ട് ഇത്രയും സ്റ്റെപ്പുകൾ എഴുതണം. ക്ലിയർ അല്ലേ? ഇത്രയും സ്റ്റെപ്പുകൾ എഴുതാലേ നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, പോയിന്റ് ആക്കി എഴുതുക. എല്ലാ കാര്യങ്ങളും പോയിന്റ് ആക്കി എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാർ ഓക്കെ? യെസ്. ആൻഡ് ആ പറയുന്ന വാല്യൂസ് ഒക്കെ എഴുതണേ. നീഡിലിൻ്റെ ഏരിയ എഴുതുക. എത്രയൊക്കെയാണ്? 0.25, 0.51, 1.25 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നൊക്കെ പറയുന്ന നീഡിലിൻ്റെ ഏരിയ ഒക്കെ എഴുതണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാർ ഓക്കെ? യെസ്. നൗ ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ മൊഡ്യൂൾ നമ്പർ 4. ഇതും മറ്റൊരെന്താണ്? തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പക്കാ തിയറിയാണ്. നോക്കിയേ. ഡിസ്റ്റിങ്ക്യൂസ് ദ ലാബോറട്ടറി ആൻഡ് ഫീൽഡ് എക്യുപ്മെന്റ്
നീഡഡ് ഫോർ കോമ്പാക്ഷൻ ഇൻ സാൻഡി ആൻഡ് ക്ലേയി സോയിൽ. അതായത് കോമ്പാക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഏതാണ്, മെഷീനറി ഏതൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് എന്താണ് തിയററ്റിക്കൽ പോയിന്റ് എഴുതും. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക അവരെ. ഏതൊക്കെയാണ് കോമ്പാക്ഷൻ എക്യുപ്മെൻറ്റ്സ്? മോസ്റ്റ് ഓഫ് ദ കോമ്പാക്ഷൻ ഇൻ ദ ഫീൽഡ് ഈസ് ഡൺ വിത്ത് റോളേഴ്സ് ആണ് അല്ലെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോളേഴ്സ് ആണ്. ദ 4 മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് റോളേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ്, ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുക ആദ്യം. ഓക്കെ, സ്മൂത്ത് വീൽ റോളർ, യെസ്, അല്ലെങ്കിൽ എന്ത് പറയും അതിനെ, സ്മൂത്ത് ഡ്രം റോളർ എന്ന് പറയും. ദെൻ ന്യൂമാറ്റിക് റബ്ബർ ടയർഡ് റോളേഴ്സ്, യെസ്. ദെൻ ദർ ഈസ് എ ഷീപ്പ് ഫുഡ് റോളേഴ്സ്. ദെൻ ദർ ഈസ് എ വൈബ്രേറ്ററി റോളേഴ്സ്. ഓക്കെ, വൈബ്രേറ്ററി റോളേഴ്സ് അല്ല, വൈബ്രേഷൻ എക്യുപ്മെൻറ്റ്സ് ആണ് നമുക്ക് പറയാവുന്നത്. ഓക്കെ, ഓരോന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ എന്താണ്? യെസ്, ലെറ്റ് മീ ഷോ ദ ഫിഗർ ഫസ്റ്റ്. ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങളിത് പഠിച്ചതാണ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ കാണുന്ന സാധനമാണ് റോഡ് റോളർ പോലത്തെ അല്ലേ. യെസ്, ഇറ്റ് ഈസ് ഹാവിങ് വലിയ സ്റ്റീൽ ഡ്രമ്മാണ് ഉണ്ടാവുക അല്ലേ, വലിയ സ്റ്റീൽ ഡ്രമ്മാണ് നിങ്ങൾക്ക് കാണാം ഫിഗറിൽ. ഇറ്റ് ഈസ് ഹാവിങ് ഹയസ്റ്റ് സ്റ്റീൽ ഡ്രമ്മാണ്. ആ ഡ്രം എന്താണ്, വളരെ സ്മൂത്ത് ആയിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. അതാണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്, അതാണ് കോമ്പാക്ഷൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്, യു ക്യാൻ സീ ഹിയർ ഓൾസോ അല്ലേ. ഇതാണ് വലിയ ഡ്രമ്മുകൾ കാണുന്നത്, വലിയ ഹെവി ഡ്രമ്മുകളാണ് അതിന് ടയറായിട്ടുണ്ടാവുക. ടയർ അല്ല, ആക്ച്വലി ഇരുമ്പിൻ്റെ സാധനമാണ് അല്ലേ. യെസ്, അതാണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ റീഡ് ദ പോയിന്റ്സ്. ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റില്ല, സോ പോയിന്റുകളാണ് എഴുതുന്നത്. ക്ലിയർ അല്ലേ? സ്മൂത്ത് വീൽ റോളേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ പ്രൂഫ് റോളിംഗ്, സബ്ഗ്രേഡ്സ് ആൻഡ് ഫോർ ഫിനിഷിംഗ് ഓപ്പറേഷൻ. ഓക്കെ അല്ലേ? യെസ്, റോളിംഗ് ഓഫ് ദ അല്ലെങ്കിൽ കോമ്പാക്ഷൻ ഓഫ് ദ സബ്ഗ്രേഡ് ആണ്. അതേപോലെ തന്നെ ഫിനിഷിംഗിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഓർ ഫിൽ വിത്ത് സാൻഡി ആൻഡ് ക്ലേയി സോയിൽ. മോസ്റ്റ്ലി ഇതിന് വേണ്ടി യൂസ് ചെയ്യുക ക്ലേയി സോയിലാണ്. These rollers provide 100% coverage under the wheels with ground contact pressure as high as, ഇതൊക്കെ എഴുതണേ, as high as എത്രയാണ്, 310 to 380 kilonewton per meter square, and they are not suitable for producing high unit weights of compaction when used on thick layers. thick layers ആണ് നടക്കില്ല, ക്ലേയി സോയിലിന് വേണ്ടിയാണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് എടുത്തെഴുതുക. ഇതാണ് അവർ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ്. സോ എങ്ങനെയാണ് കോമ്പാക്ഷൻ നടക്കുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് കോമ്പാക്ഷൻ ചെയ്യുന്നത്? അത് വളരെ ഹെവി ആയിട്ടുള്ള എക്യുപ്മെൻ്റ് ആണ്. അത് അപ്ലൈ ചെയ്യുന്ന പ്രഷർ അല്ലേ, ആ സാധനം അതിലൂടെ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോയാൽ മതി. വളരെ പതുക്കെ അതിൻ്റെ വെയിറ്റ് കാരണം, അതെ, അതിൻ്റെ പ്രഷർ അപ്ലൈ ചെയ്യുന്ന കാരണം അതെന്താവും, കോമ്പാക്ഷൻ ആവും. സോ പ്രഷർ ആക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, കോമ്പാക്ഷൻ. ക്ലേയി സോയിലാണ്, ഇത്രയാണ് പ്രഷർ. ഓക്കെ, യെസ്, എന്താണ് അതിൻ്റെ നോക്കിയേ, 1 സ്റ്റീൽ ഡ്രം ആൻഡ് റബ്ബർ ടയർ, യെസ്, ഡ്രിവൺ അല്ലേ, 1 സ്റ്റീൽ ഡ്രം ആൻഡ് റബ്ബർ ടയേർഡ് ഡ്രിവൺ വീൽസ് ആണ്. അതായത് ബാക്കിൽ എന്തായിരിക്കും അല്ലെ, ഫ്രണ്ടിൽ എന്താണ്, സ്റ്റീൽ ഡ്രം ആണ്, ബാക്കിലത്തെ വീൽ എന്തായിരിക്കും, റബ്ബർ ആയിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും. 2 സ്റ്റീൽ ഡ്രം ഓഫ്, യെസ്, one of which is the driver effective for the gravel and sand sill ആണ്. ക്ലിയർ? യെസ്, ഇവിടെ 2 സ്റ്റീൽ ഡ്രം കാണാൻ നിങ്ങൾക്ക്. ഓക്കെ, 1 ഡ്രൈവിങ്ങിന് വേണ്ടിയാണ്, മറ്റേതാണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്, എഫക്റ്റീവ് ഫോർ ഗ്രാവൽ സാൻഡ് സിൽട്ട് സോയിൽ അല്ലേ, എഫക്റ്റീവ് ഫോർ, യെസ്, ഗ്രാവൽ സിൽട്ട് ആൻഡ് സാൻഡ് സോയിലാണ്. നെക്സ്റ്റ് നോക്കിയേ, യെസ്, ന്യൂമാറ്റിക് റബ്ബർ ടയർ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടികൾ പോലത്തെ ടയറാണ്. നോക്കിയേ, ഇഫ് യു സൂം ദിസ് ഫിഗർ യു ക്യാൻ സീ ഹിയർ. ഇവിടെ എന്താണ്, ഇത് റബ്ബർ ടയറുകളാണ്. ഓക്കെ, റബ്ബർ ടയറുകളാണ്, സ്റ്റീൽ അല്ല, സ്റ്റീൽ ഡ്രം അല്ല, റബ്ബർ ടയറുകളാണ്. ഇത്തരത്തിലുള്ള ന്യൂമാറ്റിക് മീൻസ് എയർ നിറച്ചിട്ടുള്ള ടയറുകളാണ്. ന്യൂമാറ്റിക് മീൻസ് എയർ ആണ് അല്ലേ, ന്യൂമാറ്റിക് എയർ നിറച്ചിട്ടുള്ള ടയറുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, യെസ്, ന്യൂമാറ്റിക് എന്ന് പറയുന്നത്. സോ ന്യൂമാറ്റിക് റബ്ബർ ടയർഡ് റോളേഴ്സ് ആർ ബെറ്റർ ഇൻ മെനി റെസ്പെക്ട്സ് ദാൻ ദ സ്മൂത്ത് വീൽ റോളേഴ്സ്. ദ ഫോർമർ ആർ ഹെവി ആണ്, കാരണം സ്മൂത്ത് വീൽ റോളർ ഹെവി ആണ്, ലോഡഡ് വിത്ത് സെവറൽ റോ ഓഫ് ടയേഴ്സ്. ദീസ് ടയേഴ്സ് ആർ ക്ലോസ്ലി സ്പേസ്ഡ് 4 to 6 in a row. Okay, so pneumatic rollers can be used for sandy and clayey soil. Compaction is achieved by combination of pressure application ഉണ്ട്, അതേപോലെ തന്നെ നീഡിങ് അപ്ലിക്കേഷനും ഉണ്ട്. ആ നീഡിങ് ആക്ഷൻ എന്ന് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, നീഡിങ് ആക്ഷൻ എന്ന് അണ്ടർലൈൻ ചെയ്യണം, അതേപോലെ തന്നെ പ്രഷർ ആക്ഷൻ. ഈ 2 ആക്ഷനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പാക്ഷൻ നടക്കുന്നത്. നീഡിങ് ആക്ഷനും പ്രഷർ ആക്ഷനും എന്ന് ഹൈലൈറ്റ് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂമാറ്റിക് റോളറിൽ. ക്ലിയർ അല്ലേ? യെസ്, നെക്സ്റ്റ് നോക്കിയേ, എന്താണ് നീഡിങ് ആക്ഷൻ എന്ന് പറയുന്നത് മനസ്സിലാവും. നീഡിങ് എന്ന് പറഞ്ഞാൽ എന്താണോ, നോക്കിയേ, ഈ പെണ്ണുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കൈ എന്ത് ചെയ്യാണ്, നീഡ് ചെയ്യാണ് അല്ലേ, എന്താണ്, പോക്കിങ് ആക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? അല്ലേ, ഈ പെന്നിൻ്റെ ഈ അറ്റം കൊണ്ട് പോക്കിയാണ്, നീഡിങ് ആക്ഷൻ, അതായത് കുത്തുകയാണ് അല്ലേ, നമ്മളിങ്ങനെ കുത്തുകയാണ്, ദാറ്റ് ഈസ് നീഡിങ് ആക്ഷൻ. യു ക്യാൻ സീ ഇൻ ദീസ് ഇമേജസ് വെരി ക്ലിയർലി. അതായത് ടയറിൻ്റെ മുകളിൽ എന്തുണ്ട്, ഒരുപാട് പ്രൊജക്ഷൻസ് അവൈലബിൾ ആണ് അല്ലേ. വി ആർ ഹാവിംഗ് ലോട്ട്സ് ഓഫ് പ്രൊജക്ഷൻസ് ഓൺ ദ ടയേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് എ മാക്സിമം സൂം. യെസ്, സോ ആ പ്രൊജക്ഷൻസ് ആണ് അല്ലേ, സർട്ടൺ പ്രൊജക്ഷൻസ് ഓൺ ദ ടയേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, ഫിഗർ നിങ്ങൾ ഗൂഗിൾ നോക്കുക. ഓക്കെ, നീഡിങ് ആക്ഷൻ. ദിസ് ഈസ് എ ഷീപ്പ് ഫുഡ് റോളർ. ഡ്യൂറിംഗ് കോമ്പാക്ഷൻ ഇൻ ദ ഫീൽഡ്, ദ ഇനീഷ്യൽ process the lower portion of the lift. Compaction at the top and middle of the lift is done at the later stage. Clear? Yes. And sheep food roller action എങ്ങനെയാണ്? Sheep food rollers are drums with large number of projections.
ഡ്രംസ് വിത്ത് ലാർജ് നമ്പർ ഓഫ് പ്രൊജക്ഷൻസ് ആണ്. ദ ഏരിയ ഓഫ് ഈച്ച് പ്രൊജക്ഷൻ യെസ് റേഞ്ച് ഫ്രം 2.5 to 85 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ടാവും അല്ലേ, അതാണ് നീഡിങ് ആക്ഷൻ, കുത്തുന്ന ആക്ഷൻ കൊടുക്കുന്നത്. ദീസ് റോളേഴ്സ് ആർ മോസ്റ്റ് എഫക്റ്റീവ് ഇൻ കോമ്പാക്ടിങ് ദ ക്ലേയി സോയിൽ. ക്ലേയി സോയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഷീപ്പ് ഫുഡ് റോളാണ് പറയേണ്ടത്. ദ കോണ്ടാക്ട് പ്രഷർ അണ്ടർ ദ പ്രൊജക്ഷൻസ് ക്യാൻ ബി റേഞ്ച് ഫ്രം, ഈ വാല്യൂസ് ഒക്കെ എഴുതണേ, യെസ് 1400 to 700 kN/m². യെസ്, സോ ഇതാണ് നമ്മുടെ 4 മെയിൻ ആയിട്ടുള്ള ഹെവി മെഷീനറീസ്. ഇനി നമുക്ക് നോക്കാം ഏതാണ്, വൈബ്രേറ്ററി കോമ്പാക്ടേഴ്സ് ആണ് അല്ലേ. നിങ്ങൾക്കറിയാം ഇനി സോയിലിന് വേണ്ടിയല്ല, ഇനി ക്ലേക്ക് വേണ്ടിയല്ല, ഇനി നമ്മൾ സാൻഡിന് വേണ്ടിയാണ് കാര്യങ്ങൾ പറയുന്നത്. സോ വൈബ്രേഷൻസ് ആർ ഇൻഡ്യൂസ്ഡ് ഓൺ സോയിൽ ഡ്യൂറിങ് കോമ്പാക്ഷൻ. വൈബ്രേഷൻ ആണ് അല്ലേ. എടാ ക്ലേക്ക് വൈബ്രേഷൻ കൊടുത്താൽ കോമ്പാക്ഷൻ ആവുമോ? ഇല്ല. ഏതാണ് വൈബ്രേഷൻ കൊടുത്താൽ കോമ്പാക്ഷൻ ആവുന്നത്? യെസ്, സാൻഡ് പോലുള്ള മെറ്റീരിയൽസ് ആണ് അല്ലേ. സോ വൈബ്രേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വൈബ്രേറ്ററി റോളേഴ്സ് ഉണ്ട്, ഫസ്റ്റ് വൺ ഈസ് വൈബ്രേറ്ററി പ്ലേസ് കോമ്പാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, യെസ്, വെൻ വൈബ്രേറ്റേഴ്സ് ആർ മൗണ്ട് ഓൺ എ ഡ്രം, ഓക്കെ അല്ലേ, ദെൻ വൈബ്രേറ്റേഴ്സ് ആർ മൗണ്ട് ഓൺ എ പ്ലേറ്റ് ആണെങ്കിൽ അതിനെന്ത് പറയും, വൈബ്രേറ്ററി പ്ലേറ്റ് കോമ്പാക്ടേഴ്സ് അല്ലെങ്കിൽ വൈബ്രേറ്ററി റോളേഴ്സ് എന്ന് പറയും. ദേ ആർ യൂസ്ഫുൾ ഫോർ കോമ്പാക്ടിങ് ഗ്രാനുലാർ സോയിൽ അല്ലെങ്കിൽ കൊഹഷൻലെസ് സോയിൽ ആണ്. ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്, സാൻഡ് ആണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള പോയിന്റുകൾ ഇങ്ങനെ തന്നെ പോയിന്റ് ആക്കി എഴുതുക, ഇതാണ് ഫിഗർ നമുക്ക് എക്സാമിന് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ ദർ ഈസ് എ വൈബ്രോ ഫ്ലോട്ടേഴ്സ് ഉണ്ട്. വൈബ്രോ ഫ്ലോട്ടേഴ്സ് ആണ്. എന്താണ് വൈബ്രോ ഫ്ലോട്ടേഴ്സ്? നിങ്ങൾക്ക് കാണാം, ഈ ഇമേജ് കാണാം അല്ലെ, വലിയൊരു എന്താണ്, യെസ്, ഒരു പെനിട്രേഷൻ റോഡാണ് കാണുന്നത്. യു ക്യാൻ സീ ഹിയർ പെനിട്രേഷൻ റോഡാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് വൈബ്രേറ്റ് ചെയ്യേണ്ട സോയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പെനിട്രേറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് അതിനെ പെനിട്രേറ്റ് ചെയ്യണം. എന്നിട്ട് റിക്വയർഡ് ഡെപ്ത് വരെ പെനിട്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, യെസ്, ഈ സാധനം നമ്മൾ പ്രോപ്പർലി വൈബ്രേറ്റ് ചെയ്യണം. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള സാൻഡും അല്ലെങ്കിൽ കൊഹഷൻലെസ് സോയിൽ എന്താവും, അത് പ്രോപ്പർലി കോമ്പാക്റ്റഡ് ആവും. എന്നിട്ട് നമ്മൾ കോമ്പാക്ഷന് ശേഷം നമ്മൾ ആ ഒരു പെനിട്രേഷൻ ചെയ്ത റോഡ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് നമ്മൾ സോയിൽ കൊണ്ട് പിന്നെ പ്രോപ്പർലി ഫില്ല് ചെയ്യും. ക്ലിയർ അല്ലേ? സോ നോക്കിയേ, വൈബ്രോ ഫ്ലോട്ടർ എന്നാണ് ഇതിന് പറയാം. യൂസ്ഫുൾ ഫോർ കോമ്പാക്ടിങ് തിക്ക് ഡെപ്പോസിറ്റ് ലൂസ് സോയിൽ. തിക്കായിട്ട് ലൂസ് സോയിൽ ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, അതാണ് പോയിന്റ്. ഓക്കെ, സോ ഇത് ഏതാണ്, യൂസ്ഡ് ഫോർ തിക്ക് സോയിൽ, തിക്ക് ഡെപ്പോസിറ്റ് ഓഫ് ലൂസ് സോയിൽ, ദാറ്റ് ഈസ് കോഷൻലെസ് സോയിലാണ്. എന്തൊക്കെയാണ് സ്റ്റെപ്പ്? പെനിട്രേഷൻ ചെയ്യും, എന്നിട്ട് അതിനെ പ്രോപ്പർലി കോമ്പാക്ട് ചെയ്യും, ദെൻ ബാക്ക് ഫില്ലിംഗ് ആണ്. അതായത് സാൻഡ് ഈസ് ബാക്ക് ഫിൽഡ് വിത്ത് ഗ്യാപ്പ്, ഇൻ ദ ഗ്യാപ്പ് വിത്ത് ഫ്ലോബ്. നമ്മുടെ ഈ പറയുന്ന റോഡ് ഇറങ്ങിപ്പോയ ആ ഒരു ഏരിയ എന്തായിരിക്കും, ഹോൾ ആയിരിക്കില്ലേ അല്ലെ, അവിടെ ഒരു എന്തായിരിക്കും, ദ്വാരമായിരിക്കും. സോ ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ദ്വാരം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക, ബൈ ബാക്ക് ഫില്ലിംഗ് ആണ്. ക്ലിയർ അല്ലേ? യെസ്, യു ക്യാൻ സീ ദ ഇമേജസ് ഹിയർ. യെസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടാമ്പേഴ്സ് ആണ്. ടാമ്പേഴ്സ് വിച്ച് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ കോമ്പാക്ഷൻ. ടാമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ നാട്ടിൽ ഇടിമുട്ടി എന്നാണ് പറയുക അല്ലേ, ഇടിമുട്ടി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാൻ അറിയില്ല. സോ നിങ്ങൾക്ക് കാണാം, ഇത്തരത്തിലൊരു സാധനമാണ് അല്ലേ, ഇതിൻ്റെ ബേസിക് സാധനം. ഹെവി ആയിട്ടുള്ള ഒരു വെയിറ്റ് ഉണ്ടാവും, ഇവിടെ ഹെവി ആയിട്ടുള്ള ഒരു വെയിറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ നമുക്ക് എന്തൊരു റോഡ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇടിക്കാൻ പറ്റും അല്ലേ, നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറൊക്കെ നമുക്ക് പ്രോപ്പർലി എന്ത് ചെയ്യാൻ പറ്റും, ഇടിക്കാൻ പറ്റും. ഇതിൻ്റെ അണ്ടറിൽ എന്താണ്, ഹെവി ആയിട്ടുള്ള വെയിറ്റ് ആയിരിക്കും. യെസ്, ഈ വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യണം അല്ലേ, ആക്ച്വലി ഇമ്പാക്ഷൻ ആണ് ഇവിടെ നമ്മൾ കോമ്പാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള യെസ് എക്യുപ്മെൻ്റ് ആണിത്, വിച്ച് ഇസ് ഓൾസോ പ്രൊവൈഡിങ് ഇമ്പാക്ഷൻ. സോ ടാമ്പേഴ്സ് എന്താണ്, യൂസ് ടു കോമ്പാക്ട് ദ സോയിൽ അഡ്ജസെന്റ് ടു ദ ബിൽഡിംഗ് ഓർ കൺഫൈൻഡ് ഏരിയാസ് എന്നുള്ളത് നിർബന്ധമായിട്ടും അണ്ടർലൈൻ ചെയ്യുക. അതായത് നമ്മുടെ ബേസ്മെന്റിലെ കോമ്പാക്ഷനൊക്കെ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്, ടാമ്പേഴ്സ് ആണ്. അതായത് സോയിൽ അഡ്ജസെന്റ് ടു ദ ബിൽഡിംഗ്, കോർണേഴ്സിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ, എടാ ഹെവി മെഷീൻസ് വെച്ചിട്ട് നിങ്ങളുടെ ആ കോർണറൊക്കെ നിങ്ങൾക്ക് കോമ്പാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള കോർണേഴ്സൊക്കെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക, ടാമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുക. ദർ ഇസ് എ കൺവെൻഷണൽ റാമേഴ്സ് ആൻഡ് ദർ ഇസ് എ മെക്കാനിക്കൽ റാമർ. Conventional rammers are with a block of iron attached to a wooden rod and operated with hand ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെന്താണ്, ഹെവി ആയിട്ടുള്ള ഒരു മെറ്റലാണ്, ഹെവി മെറ്റലാണ്. ഓക്കെ, ദിസ് ഈസ് ഹെവി മെറ്റൽ ആൻഡ് അതിനെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യാം നമുക്ക് അല്ലേ. യെസ്, സോ വെയിറ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്പ് ചെയ്യണം. ക്ലിയർ? സോ ദാറ്റ് ഈസ് ടേംഡ് ആസ് കൺവെൻഷണൽ റാമേഴ്സ് ആണ്. മെക്കാനിക്കൽ റാമേഴ്സ് മീൻസ് ദാറ്റ് ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ് ആണ്. ആർ ഓപ്പറേറ്റഡ് ബൈ കംപ്രസ്ഡ് എയർ ഓർ ഗ്യാസുലിൻ, നോട്ട് എക്കണോമിക്കൽ വെൻ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സോയിൽ ഈസ് ഇൻവോൾവ്. ക്ലിയർ അല്ലേ? യെസ്, സോ നമ്മുടെ മൊഡ്യൂൾ 4ൻ്റെ അവസാനമാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ആൻഡ് അതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 14 മാർക്ക് പക്ക തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ അല്ലേ? സോ ആ നോട്ട്സ് നിങ്ങൾ വായിക്കുക, നോട്ട്സ് നിങ്ങളടുത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ നമ്പർ 4. ഇനി നമ്മൾ അടുത്ത സെഷനിൽ മൊഡ്യൂൾ നമ്പർ 5 കൂടി ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം KTU SEM 4 നടത്തിയിട്ടുള്ള ജിയോ ടെക്നിക്കലിൻ്റെ ഡിസ്കഷൻ നമുക്ക് അവസാനിക്കാം. ഓക്കെ, സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഇത് മൊഡ്യൂൾ 4 ആണ് കഴിഞ്ഞത്. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ടിൽ ദെൻ, താങ്ക് യു.